നമ്മുടെ കർത്താവും രക്ഷിതമായ യേശുക്രിസ്തുവിൻ്റെ അഭിമന്യമായ നാമത്തിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. പ്രിയങ്കനായ പ്രൊഫസർ തൻ്റെ കുടുംബം സന്നിഹിതരായിരിക്കുന്ന മറ്റെല്ലാ സഹോദരങ്ങളെയും വിവിധ നിലകളിൽ സഭയിൽ ശുശ്രൂഷകളിൽ സഹകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വിശേഷ വന്ദനം ചെയ്യുന്നു. ഇവിടെ എത്തിച്ചേരാനും ശുശ്രൂഷകളിൽ പങ്കെടുക്കാനും ദൈവം അവസരം നൽകുകയും ദൈവത്തെ സ്തുതിക്കുന്നു. വേദിയെ സജ്ജമാക്കിയ സഭയോട് നന്ദി പറയുന്നു. ഈ പ്രഥമ രാത്രിയിൽ ദൈവമേ ഒരുമിച്ച് അനുഗ്രഹിക്കാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിന് സന്നിധാനത്തിലായിരിക്കാം. സമയം വളരെ പരിമിതമായതുകൊണ്ട് സുദീർഘമായ അമുഖഭാഷയൊന്നും കൂടാതെ വചനധ്യാനത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. സമയം വളരെ പരിമിതമാണ്. വിശാലമായ വിഷയങ്ങൾ, വിശദമായ പഠനങ്ങൾക്ക് സമയമേറെ ആവശ്യമാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തിയിൽ നിന്നാണ് നാം ദൈവജനം ധ്യാനിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തിയുടെ വർത്തമാനകാല സഭയിൽ, പ്രസന്റ് ചർച്ചിൽ വർത്തമാനകാല സഭയിൽ അപ്പോസ്തല പ്രവൃത്തിയുടെ പ്രസക്തി, പ്രത്യേകിച്ച് അതിൻ്റെ റെലവൻസാണ് പ്രധാനമായി നാം ചിന്തിക്കുന്നത്. പ്രാർത്ഥിച്ചപ്പോൾ ഇവിടെ സംസാരിക്കാൻ ദൈവാത്മാവ് പ്രകാശം നൽകിയ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ച് ഞാൻ ചർച്ച പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. സഭാചരിത്രവും ന്യൂ ടെസ്റ്റമെൻ്റ് തിയോളജിയൊക്കെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വെയിൽസ് വളരെ വലിയൊരു ചരിത്രം ഒക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് പ്രത്യേകിച്ച് ബുക്ക് ഓഫ് ആക്ട്സ് അതിൻ്റെ പ്രാധാന്യം പ്രധാനമായി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അപ്പോസ്തല പ്രവൃത്തിയിലെ പരിശുദ്ധാത്മ വിജ്ഞാനീയമാണ്, ന്യൂമാറ്റോളജിയാണ്. എങ്ങനെയാണ് ഹോളി സ്പിരിറ്റ് അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രവർത്തിച്ചത് എന്നാണ് പ്രധാനമായി നാം ചിന്തിക്കുന്നത്. അത് നമ്മുടെ സഭയ്ക്ക്, സഭാ വളർച്ചയ്ക്ക്, സുവിശേഷീകരണത്തിന് ഒക്കെ ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് ഞാൻ കരുതുകയാണ്. പരിശുദ്ധാത്മാവ് കർമ്മനിരതനാണ്. പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നുള്ളൊരു പഠനമാണ് പരിശുദ്ധാത്മാവ് എക്കാലഘട്ടം പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കൃപായുഗത്തിൽ മാത്രമല്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, പരിശുദ്ധാത്മാവ് എല്ലാ കാലഘട്ടങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പിതാവിനെ കാണുന്നത് പോലെ, പുത്രനെ കാണുന്നത് പോലെ പരിശുദ്ധാത്മാവിനെ കാണണം. കാരണം പരിശുദ്ധാത്മാവ് ഒരു ദൈവമാണ്, തൃത്വത്തിലെ ഒരു പേഴ്സൺ, ഒരു വ്യക്തിയാണ്, ആളത്വമുള്ള ആളാണ്. അതുകൊണ്ട് എല്ലാ കാലഘട്ടങ്ങളിലും പരിശുദ്ധം പ്രവർത്തിച്ചിട്ടുണ്ട്. പിതാവ് ചെയ്ത കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റും. പുത്രൻ ചെയ്ത കാര്യങ്ങളെല്ലാം പരിശുദ്ധാത്മാവിന് ചെയ്യാൻ പറ്റും. ദൈവത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും പരിശുദ്ധാത്മാവിനുണ്ട്. ദൈവം നിർവഹിക്കുന്ന എല്ലാ ചുമതലകളും പരിശുദ്ധമാവിന് നിർവഹിക്കാൻ കഴിയും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എല്ലാ കാലഘട്ടങ്ങളിലും പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് അപ്പോസ്തോലിക കാലഘട്ടങ്ങളിൽ മാത്രമാണ് പ്രവർത്തിച്ചത്, ഇന്ന് പ്രവർത്തിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തിൽ തന്നെ നിഷേധിക്കുകയാണ്. ദൈവത്വത്തെ തന്നെ നിഷേധിക്കുകയാണ്. അവരോടുള്ള ഡിബേറ്റുകളിൽ ആദ്യം നമ്മൾ ഉന്നയിക്കുന്നൊരു വിഷയം അതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്വത്തിൽ തന്നെ അത് ചോദ്യം ചെയ്യുകയാണ്. കാരണം പണ്ട് പ്രവർത്തിച്ചു, ഇന്നത് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, പരിശുദ്ധാത്മാവ് കർമ്മനിരതനാണ്. ലോകത്തെമ്പാടും ഉണർവ് നടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ തന്നെ പെർസിക്യൂഷൻ നടക്കുന്നുണ്ട്, സഭാ വളർച്ച നടക്കുന്നുണ്ട്, ഇന്ത്യയിലടക്കം, വടക്കേ ഇന്ത്യയിൽ അടക്കം. അതിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണ്. പരിശുദ്ധാത്മാവ് സവിശേഷമായി നമ്മുടെ സഭയിലും ശുശ്രൂഷയിലും പ്രവർത്തിക്കാൻ, ഈ പഠനം ഏറ്റവും അനുഗ്രഹമായി തീരാൻ ദൈവജനത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യം അതിന് ഉപരിപരമായി ആദ്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെ സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീയ വർദ്ധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നു പെരുകിക്കൊണ്ടിരുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൻ്റെ ചരിത്രം ഒന്നും വിശദീകരിക്കുന്നില്ല. ലൂക്കോസ് ആണ് എഴുത്തുകാരൻ. യേശുക്രിസ്തുവിൻ്റെ 33 വർഷത്തെ ചരിത്രം
ലൂക്കോസ് സുവിശേഷത്തെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവിന്റെ ജീവചരിത്രമാണ്. എന്നാൽ സഭയുടെ 33 വർഷത്തെ ചരിത്രം ലൂക്കോസ് അപ്പോസ്തലത്തെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിനെ 2-ാം ഭാഗമായിട്ടെതിരെ കാണണം, എക്സ്റ്റൻഷനായി കാണണം. സുവിശേഷത്തിൽ യേശുക്രിസ്തുവിന്റെ ജീവചരിത്രവും അപ്പോസ്തല പ്രവൃത്തിയിൽ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സഭയുടെ ചരിത്രവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സുവിശേഷങ്ങളെയും ലേഖനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ബ്രിഡ്ജായി, ഒരു പാലമായിട്ടാണ് അപ്പോസ്തലരുടെ പുസ്തകം നിൽക്കുന്നത്. ഇത് ഒരു ചെറിയ കാലഘട്ടങ്ങളിൽ AD 30 മുതൽ 62 വരെയുള്ള ഒരു ചെറിയ പീരീഡാണ് വിശദീകരിക്കുന്നത്. AD 30-ലുള്ള യേശുക്രിസ്തുവിന്റെ സ്വർഗ്ഗാരോഹണം മുതൽ പൗലോസിന്റെ റോമിനെ വിട്ടുതടങ്കൽ വരെയുള്ള AD 62 വരെയുള്ള ഒരു ചെറിയ പീരീഡാണ്, ചെറിയൊരു കാലഘട്ടമാണ് വിശദീകരിച്ചിരിക്കുന്നത്. ഒരു സഭ എങ്ങനെയാകണം, ഒരു മോഡൽ അസംബ്ലി, ഒരു സഭ എങ്ങനെയാകണം, ആ സഭയിലെ ഒരു കൃപാവര സമൂഹമായി അതെങ്ങനെ പ്രവർത്തിക്കണം, സഭയുടെ വളർച്ച, നിങ്ങളുടെ സഭയുടെ മിഷൻ പ്രവർത്തനങ്ങളിൽ, സുവിശേഷ ഘോഷണ യജ്ഞങ്ങളിൽ ആദിമസഭ സ്വീകരിച്ച നയങ്ങൾ എങ്ങനെയാണ്, ഏർലി ക്രിസ്ത്യാനിറ്റിയിലെ ആദിമസഭയുടെ മിഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ്, അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അതിൻ്റെ ആഭ്യന്തര ഘടന എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഒരു കൃപാവര സമൂഹമായി കൃപാവരങ്ങളുടെ ഡെമോൺസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, ആ കാലഘട്ടങ്ങളിലെ പ്രത്യയശാസ്ത്രങ്ങളോടും സംസ്കാരങ്ങളോടും ആ സഭ എങ്ങനെയാണ് പ്രതികരിച്ചത്, പേഴ്സിക്യൂഷനെ എങ്ങനെയാണ് സഭ കൈകാര്യം ചെയ്തത്, ഇങ്ങനെ എന്തൊക്കെ നമുക്ക് മാതൃകയാക്കാം. സഭയുടെ വിറ്റ്നസ്സിങ് എങ്ങനെയാണ്, അന്നത്തെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക ബന്ധങ്ങളിൽ സഭ എങ്ങനെയാണ് സാക്ഷ്യം വഹിച്ചത്, നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഒരു പ്ലൂരലിസം എന്നൊക്കെ നമ്മൾ പറയുന്നത്, അതുപോലെയുള്ള ഒരു സമ്മിശ്ര സംസ്കാരമുള്ള ഒരു സമൂഹത്തിൽ എങ്ങനെയാണ് ക്രിസ്തു സാക്ഷ്യം നിർവഹിക്കാൻ കഴിയുന്നത്, ഇതിനെക്കുറിച്ചെല്ലാമുള്ള ഏറ്റവും ഒരു മറുപടിയാണ് അപ്പോസ്തലരുടെ പുസ്തകം. നമ്മളിത് ധ്യാനിക്കുന്നതിൻ്റെ കാരണം വർത്തമാനകാല സഭ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് മടങ്ങി വരണം. ഇന്ന് ക്രൈസ്തവ സഭ വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. ആഗോള വ്യാപകമായി ക്രിസ്ത്യാനിറ്റി വലിയൊരു ക്രൈസിസിലൂടെയാണ്. പ്രധാനമായും 4 വെല്ലുവിളിയാണ് സഭയെ നേരിടുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ ചലഞ്ചസാണ്, രാഷ്ട്രീയമായ വെല്ലുവിളികളാണ്. ബൈബിൾ സ്റ്റഡിക്ക് നിങ്ങൾ ആരും ബുക്കും പേരായിട്ടൊന്നല്ല എൻ്റെ യോഗത്തിൽ ഞാൻ പ്രസംഗിക്കുന്ന യോഗമാണെങ്കിലും നിങ്ങൾ അങ്ങനെ വരാം. പ്രധാനമായും 4 വെല്ലുവിളികളാണ് ഉള്ളത്. എന്നെ അറിയാവുന്നവരുണ്ട്. ഞാൻ ഫുൾ ടൈം അധ്യാപകനായിരുന്നു. ഒരു കുമ്മനാടുകാരുണ്ട്. വർഷേബയിലെ രജിസ്ട്രാറായിരുന്നു. ഞാൻ വർഷങ്ങൾക്ക് അധ്യാപകനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അധ്യാപനമാണ് പ്രധാനമായും നമ്മുടെ മുഖ്യമായ ശുശ്രൂഷ. ഞാനിപ്പോൾ ചർച്ചയുടെ പാസ്റ്ററും കൂടിയാണ്. കൊല്ലത്ത് കുണ്ട്രക്കടുത്ത് നെല്ലില ചർച്ച കൂടുതൽ. പ്രധാനമായും 4 വെല്ലുവിളികളിലൂടെയാണ്. ഒന്ന് രാഷ്ട്രീയമായ വെല്ലുവിളിയാണ്, പൊളിറ്റിക്കൽ ചലഞ്ചസ്. 2 റിലീജിയസ് ചലഞ്ചസ്. 3 ഫിലോസഫിക്കൽ ചലഞ്ചസ്. 4 ഡോക്ടറിനൽ ചലഞ്ചസ്. ഇങ്ങനെ അതിപ്രധാനമായ 4 ചലഞ്ചസിലൂടെയാണ് സാർവദേശീയമായി ക്രൈസ്തവ സഭ കടന്നു പോകുന്നത്. രാഷ്ട്രീയമായ വെല്ലുവിളികൾ നമുക്കറിയാം. സ്റ്റേറ്റിൽ നിന്നാണ്. ലോകത്തെമ്പാടും നിങ്ങൾ ഓപ്പൺ ഡോർസ് ഗൂഗിൾ ചെയ്താൽ അറിയാം, 60 രാജ്യങ്ങളിൽ ഇത് പേഴ്സിക്യൂഷൻ നടക്കുന്നുണ്ട്. ഉത്തര കൊറിയ, ചൈന, ഇറാൻ. ഒരു സന്തോഷ വാർത്ത പറയുന്നത് ഇറാനിലാണ് ഏറ്റവും കൂടുതൽ കൺവേർഷൻ നടക്കുന്നത്. ഇറാനിൽ മാസ് കൺവേർഷനാണ്. ജനം കൃത്യമായി ഇസ്ലാമിൻ മതത്തെയൊക്കെ ചോദ്യം ചെയ്യുക. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങളുടെ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന അപ്പോളറ്റിക്സ് മിനിസ്ട്രിയുമായി പോകുന്നവരാണ്. കാരണം ആധുനികാനന്തര ലോകം ഈ 6-ാം നൂറ്റാണ്ടിലെ ഭ്രാന്ത നിയമം അംഗീകരിക്കുന്നില്ല. കാരണം ലോകത്ത് പിന്നെ പരിഷ്കാരമുണ്ടായി. ലോകത്തിൻ്റെ ലിബറൽ ഡെമോക്രസി അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നു. പൗര നിയമങ്ങളുണ്ട്. അങ്ങനെയുള്ള ലോകത്ത് ഒരു ആധുനികാനന്തര ലോകം മനുഷ്യവിരുദ്ധമായ, സ്ത്രീവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ നിയമങ്ങൾ ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന ഏതോ 6-ാം നൂറ്റാണ്ടിലെ ഗോത്രവർഗ സംസ്കാരത്തിൻ്റെ ഭ്രാന്ത നിയമങ്ങൾ ജനം അംഗീകരിക്കുന്നില്ല. ജനം അത് വലിച്ചെറിയുകയാണ്. ജനം വലിച്ചെറിഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ജനം വന്നുകൊണ്ടിരിക്കുകയാണ്. കൊറിയയിൽ അടുത്ത ദിവസം യോഗം ഉണ്ടായി. ചർച്ച കൂടി നമ്മുടെ റെപ്രസെൻറ്റേഷൻ ആള് പോയിരുന്നു. നമ്മുടെ ഡോക്ടർ ജെയ്സസ് സാർ വന്നപ്പോൾ പറഞ്ഞതാണ്, പാകിസ്ഥാനിൽ നിന്നും കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ഉത്തര കൊറിയയിൽ നിന്നും ഒക്കെ ആൾക്കാരുണ്ടായിരുന്നു സാക്ഷ്യം പറയാൻ. അങ്ങനെ ലോകത്തെമ്പാട് വലിയ തരത്തിലുള്ള റിവൈവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൺവെർഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകം ഇന്ന് യേശു ഏറ്റവും വലിയ ആവശ്യകതയായി വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇന്ത്യയിൽ നോക്കണം. നിങ്ങൾ നവാപ്പൂരിലെ കൺവെൻഷൻ കണ്ടല്ലോ.
ഗുജറാത്തില്, തെലങ്കാനയില്, പഞ്ചാബിൽ വലിയ മൂവ്മെൻ്റാണ്. പഞ്ചാബിൽ ഇന്ത്യ ടുഡേയുടെ ഇംഗ്ലീഷ് മാസികയുടെ കവർ പേജിൽ സിഖുകാർ കൂട്ടത്തോടെ വ്യാപകമായി ക്രിസ്ത്യാനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വ്യാപകമായി ലോകത്തെമ്പാടും യേശു ക്രിസ്തു ഇന്ന് അടിയന്തരാവശ്യമായി വന്നിരിക്കുകയാണ്. സ്തോത്രം. ലോകത്തമ്പാട് വലിയൊരു ഉണർവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, വലിയൊരു റിവൈവൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ ഉണർവ് നമ്മുടെ സഭയിലും ഉണ്ടാകാൻ ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, റിവൈവ് അസ് അഗെയിൻ. അങ്ങനെയാണ് പ്രാർത്ഥന സങ്കീർത്തനത്തിൽ, ഞങ്ങളെ ജീവിപ്പിക്കണമേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങളെ ഉണർത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. വലിയൊരു ക്രൈസിസിലൂടെയാണ്. രാഷ്ട്രീയമായ വെല്ലുവിളിയുണ്ട്, റിലീജിയസ് കൾട്ടിന്റെ വെല്ലുവിളിയുണ്ട്, ഫിലോസഫിക്കൽ ചലച്ചിത്ര എത്തിസത്തിന്റെ നിരീശ്വരവാദം, റാഡിക്കൽ ഹ്യൂമനിസം, യൂറോപ്പിലുള്ള സ്വാധീനം വ്യാപകമായിട്ടുള്ളത്. അതുകൊണ്ടാണ് കുട്ടികൾ, ചെറുപ്പക്കാരൊക്കെ സഭയിൽ വരാത്തതിന്റെ കാരണം എത്തിസത്തിന്റെ സ്വാധീനമുണ്ട്, റാഡിക്കൽ ഹ്യൂമനിസത്തിന്റെ സ്വാധീനമുണ്ട്, പ്രൊഫഷണലിസത്തിന്റെ സ്വാധീനമുണ്ട്, കരിയറിസത്തിന്റെ സ്വാധീനമുണ്ട്, സയന്റിഫിക് ടർമ്മന്റെ ശാസ്ത്രബോധത്തിന്റെ വളർച്ചയുണ്ട്, യുക്തിബോധത്തിന്റെ വളർച്ചയുണ്ട്, ടെക്നോളജിയുടെ വളർച്ചയുണ്ട്, മെറ്റീരിയൽസത്തിന്റെ സ്വാധീനമുണ്ട്, കൺസ്യൂമർ കൾച്ചറിന്റെ സ്വാധീനമുണ്ട്, മാർക്കറ്റിന്റെ സ്വാധീനമുണ്ട്. ഇങ്ങനെ വലിയ ബിസിനസ്സാണ്, വലിയ സ്വാധീനങ്ങൾ ഉള്ളത് നിമിത്തം ഇന്ന് പള്ളികളിലേക്ക് ചെറുപ്പക്കാർ വരുന്നില്ല. നിങ്ങൾക്കറിയാം, ട്രഡീഷണൽ ആംഗ്ലിക്കൻ ചർച്ചയിലുള്ള ദുരന്തം നമുക്കറിയാം. പ്രൊട്ടസ്റ്റന്റ് മൂവ്മെന്റ് വലിയ വെല്ലുവിളിയാണ്. ഞങ്ങളിന്ന് ഇവിടുത്തെ വെയ്സിൽ ഉണർവെന്ന സ്ഥലത്തൊക്കെ പോവുകയുണ്ടായി. ഇന്നത്ര പേര് ആരാധനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. നിങ്ങൾ ഞായറാഴ്ച പോയി നോക്കിയാൽ നമ്മൾ പഴയ ചരിത്രം പറഞ്ഞ് പലപ്പോഴും നമ്മൾ ലെഗസിയിൽ അഭിനമിച്ച് ലീഗലിസത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ നിന്ന് നമ്മൾ പുറത്തു മാറി ഒരിക്കൽ കൂടി ഒരു ഉണർവ് നമ്മുടെ ഇടയിൽ ഉണ്ടാകാൻ നമുക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. ചർച്ച ഹിസ്റ്ററി പഠിപ്പിക്കുന്ന എൻ്റെ സെക്കുലർ വിഷയം എൻ്റെ ഹിസ്റ്ററി തന്നെയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയൊക്കെയാണ്. അപ്പോൾ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ആളതിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞത്, ഈ പ്രൊട്ടസ്റ്റ് മൂവ്മെൻറ്റ് തുടങ്ങിയിട്ട് 500 വർഷമായി. 500 വർഷം ഒരു മൂവ്മെൻറ്റ് നിൽക്കില്ല. അതല്ലേ, പെന്തക്കോസ്ത് മൂവ്മെൻറ്റ് തുടങ്ങിയിട്ട് 100 വർഷം കഴിഞ്ഞു. ഒരു നൂറ്റാണ്ട് ഒരു മൂവ്മെൻറ്റ് നിൽക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിൽക്കണമെങ്കിൽ എന്തെന്നറിയാവോ, അതിനകത്ത് റിഫർമേഷൻ നടക്കണം, അതിനകത്ത് അപ്ഡേഷൻ നടക്കണം. നിങ്ങൾക്കറിയാലും പ്രസ്ബിറ്റേറിയൻ ചർച്ച്, മെത്തഡിസ്റ്റ് ചർച്ച്, ട്രഡീഷണൽ ആംഗ്ലിക്കൻ ചർച്ചൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്. അതൊക്കെ കൺവേർട്ട് ചെയ്യപ്പെടുകയാണ്. അതിൻ്റെ കാരണം അതിനകത്ത് റിഫർമേഷൻ നടക്കാത്ത കൊണ്ടാണ്, പരിഷ്കരണം നടക്കാത്ത കൊണ്ടാണ്. അതുകൊണ്ട് ഈ സഭ നേരിടുന്ന, ക്രിസ്ത്യാനിറ്റി നേരിടുന്ന ഈ പ്രതിസന്ധികളെല്ലാം മറികടക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാതെ ഈ ക്രൈസിസിനെ ഇനി മറികടക്കാൻ പറ്റില്ല. സാർവദേശീയമായി ക്രൈസ്തവ സഭ നേരിടുന്ന ഈ പ്രതിസന്ധികളെ മറികടക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, സഭയ്ക്കകത്ത് ഉണർവുണ്ടാകണം. പരിശുദ്ധാത്മാവ് അടിയന്തരമായി ഇറങ്ങി സഭയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഉണർവുകളുടെ ചരിത്രമെല്ലാം അങ്ങനെയാണ്. അത് നിങ്ങൾ ആഗ്രഹിക്കണം. ആ രീതിയിൽ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. എഡ്വിൻ ഓവറിന്റെ പുസ്തകമാണ് ഇവാഞ്ചലിക്കൽ അവേക്കനിയുമായി ബന്ധപ്പെട്ടുള്ള അതിനെക്കുറിച്ചുള്ള പുസ്തകം. അത് ഉണർവായിട്ടുള്ള നമ്മൾ എല്ലാ പുസ്തകവും ഞാൻ വായിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം ഉണർവുണ്ടായിട്ടുള്ളത് അസംതൃപ്തരില്ല. എന്താ അസംതൃപ്തി? ഇങ്ങനെ പോയാൽ വരാം, ഇത്രയും പോരാ, ഇത് ശരിയല്ല, ഇത് ശരിയല്ല, ഇത് അപ്പോസ്റ്റോലിക്കല്ല, ഇത് ബിബ്ലിക്കലല്ല, അല്പം കൂടെ ബൈബിളിലേക്ക് ഒന്ന് മടങ്ങി വരണം, കൃപയിലേക്ക് ഒന്ന് മടങ്ങി വരണം. ഇങ്ങനെ പോയാൽ പോരാ. ആ അസംതൃപ്തി ആരിലുണ്ടോ അങ്ങനെ അസംതൃപ്തിയുള്ള നിഷേധികളിലാണ് റിവൈവൽ ഉണ്ടാകുന്നത്. അത് വലിയ ഗ്രൂപ്പൊന്നുമല്ല, ചിലപ്പോൾ ഒരാളാണ്. ചാൾസ് ഫറഹാം ഒരാളാണ്, വില്യം സെയ്മൂർ ഒരാളാണ്, പിന്നെ ജോനാഥൻ റെഡ്ഡിയുടെ ഒരാളാണ്, അതുപോലെ ഇവാൻ റോബർട്ട്സ് ഒരാളാണ്, കെ എബ്രഹാം ഒരാളാണ്, CS മാത്യു ഒരാളാണ്, പണ്ഡിത രമാഭായ് ഒരാളാണ്. ഒത്തിരി ആളൊന്നും വേണ്ട. ഇന്ന് രാത്രിയിൽ ദാഹിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ആവശ്യപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, ദൈവം തന്റെ ഉണർവ് ചെയ്ത് നമ്മൾ മതിയായിരുന്നു. ഒരു വ്യക്തിയില്ല അത് ആരംഭിക്കുന്നത്. അതാണ് റോമാലേഖനം 11-ാം തീയതി പറയുന്നത്. ഒരു ശേഷിപ്പെടുന്ന പറയും, കൃപയാൽ ഈ കാലത്തിൽ ഒരു ശേഷിപ്പ് ഉണ്ട് എന്ന് പറയുന്നത്. അറ്റ് ദിസ് പ്രസന്റ് ടൈം there is a remnant of God. അത് ഒത്തിരിയൊന്നുമല്ല. പട്ടണത്തുകാർ 8 പേരെ കുറിച്ചാണ്, പാഞ്ഞു മുട്ടുപടക്കാത്ത 7000 പേരെ കുറിച്ചാണ്, നക്കി കുടിക്കുന്ന 300 പേരെ കുറിച്ചാണ്, ഉടുപ്പ് മലിനമാകുന്ന കുറേ പേരെ കുറിച്ചാണ്. ഒരുപടി ആൾക്കാർ ഈ സമയം മതി. ഈ പട്ടണത്തിൽ വെയിൽസ് സ്റ്റേറ്റിൽ ഒരുപടി ആൾക്കാർ മതി. ദൈവം റിവൈവൽ അയക്കും.
ദൈവം ഈ രാജ്യത്തെ പിടിച്ചു കുലുക്കും. അതിനുവേണ്ടി ദൈവം എൻ്റെ സഭയെ ഉപയോഗിക്കണമേ, എൻ്റെ പാസ്റ്ററെ ഉപയോഗിക്കണമേ, എൻ്റെ മക്കളെ ഉപയോഗിക്കണമേ, എന്നെ ഉപയോഗിക്കണമേ. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ തലമുറയിൽ നമ്മുടെ ഒരു ഉണർവ് കാണും. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള അസംതൃപ്തരില്ല, സംതൃപ്തരിൽ ഇതുണ്ടാകുന്നില്ല. സംതൃപ്തരെന്താ? കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോയാൽ മതി, ഈ സിസ്റ്റം ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഒരു പ്രശ്നമില്ല. ഈ പുള്ളിയൊക്കെ ചുമ്മാ നിരന്തരം പറയുന്ന അങ്ങനെ. അതിവരിങ്ങനെ ക്രിട്ടിക്കൽ ഇൻസൈഡർമാരാണ്, ഇവരിങ്ങനെ നിരന്തരം പറയുന്നവരാണ്. ഇത് വലിയ കഥയൊന്നുമില്ല, ഒരു കുഴപ്പമില്ലെന്ന് പറയുന്ന ആളുണ്ടല്ലോ. അദ്ദേഹം പറയുന്നത്, പുസ്തകത്തിൽ പറയുന്നത്, അവർക്ക് ഉണർവിൻ്റെ ദർശനം പോലും ഉണ്ടാകുന്നില്ല. അവർ റിവൈവ് കാണത്തില്ല. കാരണം അവര് സിസ്റ്റത്തിന്റെ മൂടുതാങ്ങികളാണ്. അവർക്ക് ഉണർവ് കാണുന്നില്ല. പക്ഷേ അസംതൃപ്തരുണ്ട്, നൊമ്പരപ്പെടുന്നവരുണ്ട്, ഈ സിസ്റ്റത്തിന്റെ ജീർണതയിൽ വേദനിക്കുന്നവരുണ്ട്, ഒരു ഉണർവ് ആഗ്രഹിക്കുന്നവരുണ്ട്, രാഷ്ട്രത്തിന്റെ പോക്കിൽ നൊമ്പരപ്പെടുന്നവരുണ്ട്, തലമുറയുടെ തകർച്ചയിൽ കരയുന്നവരുണ്ട്. അവർ റിവൈവൽ കാണുന്നത്. അതിനെല്ലാ കാലഘട്ടത്തിലും റിവൈവലിനെ സ്വാധീനിച്ചിട്ടുള്ളത് വേർഡ് ഓഫ് ഗോഡ് വചനമാണ്. വേർഡ് ഓഫ് ഗോഡ്. കാരണം മെത്തഡിസ്റ്റ് മാസ്റ്റർമാരൊക്കെ ഈ ഉറവിലേക്ക് ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. ചാൾസ് ബ്രഹാം ഇവിടെ ഉണ്ടാകുന്നതിന് മുമ്പാണ് അസൂസ് ഉണ്ടായി. ചാൾസ് ബ്രഹാമിന്റെ ഹൈസ്കൂളിൽ കുറച്ച് പേര് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചാൾസ് ബ്രഹാമിന് പറഞ്ഞു പെൺകുട്ടിയുടെ തലയിൽ കൈവക്കാൻ സോസ്മാൻ. അപ്പൊ അദ്ദേഹം അന്വേഷ പറയുന്നതാണ്, നീ കൈവയ്ക്കാൻ പറഞ്ഞു. അദ്ദേഹം ധൈര്യത്തോട് കൈവച്ചു. മോഡേൺ പെന്തക്കോസ്റ്റലിസത്തിൽ ആദ്യമായി അന്യഭാഷ പറഞ്ഞതൊരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് സഹോദരിമാർ കാര്യം മനസ്സിലാക്കണം. ഞാൻ വായിച്ച ഉണർവിന്റെ മുഴുവൻ ചരിത്രത്തിൽ സഹോദരിമാർക്ക് പങ്കാളിത്തമുണ്ട്. ഒരു വുമൺ എംപവർമെന്റ്, സഹോദരിമാർക്ക് പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് മോഡേൺ ആധുനിക പെന്തക്കോസ്റ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഗ്ലോസോലാരിയ സ്പീക്കിംഗ് ടങ്സ് അന്യഭാഷ പറഞ്ഞൊരു പെൺകുട്ടിയാണെങ്കിൽ ദൈവം നമ്മുടെ പെൺമക്കളെ ഉപയോഗിക്കും, നമ്മുടെ ചെറുപ്പക്കാരെ ഉപയോഗിക്കും, നമ്മുടെ കുട്ടികളെ ഉപയോഗിക്കും. അതുകൊണ്ട് മെത്തഡിസ്റ്റ് മാസ്റ്റർമാരായ ഇതിലെല്ലാം ശക്തമായിട്ട് ദൈവം ഉപയോഗിച്ചു. അവരാണ് ന്യൂമാറ്റോളജി മനസ്സിലാക്കി. അവരെല്ലാം ബാപ്റ്റിസ്റ്റ് മെത്തഡിസ്റ്റ് മാസ്റ്റർമാർ. ചാൾസ് ബ്രഹാം, വില്യം സൈമോൺ, ആ ഹൈസ്കൂളിൽ തന്നെ സ്റ്റുഡൻ്റ് ആയിരുന്നു വില്യം സൈമോൺ. അങ്ങനെയാണ് അസൂസ സ്റ്റേറ്റില്, ടൊപ്പോക്കയില്, പിന്നെ വെയിൽസില്, അങ്ങനെ പെൻസിക്കോളയില്, കാലിഫോർണിയയില്, അതേ വർഷം തന്നെ നമ്മുടെ നാട്ടിൽ പൂന മുക്തി മിഷനില്, തിരുനെൽവേലിയില്, അഹമ്മദാബാദില്, ലുധിയാനയില്, തിരുനെൽവേലിയില്, തെലങ്കാനയില്, പൂവത്തൂരിലെ ഉണർവോട് കൂടിയാണ് വിയോജിത പ്രസ്ഥാനത്തിന്റെ നെടുങ്കോട്ടകളെ തകർത്തുകൊണ്ട് വലിയ ഉണർവുണ്ടായത്. അതുകൊണ്ട് ആ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. അതിൻ്റെ ഒരു ആവർത്തനം ഞങ്ങളുടെ തലമുറയിൽ, ഈ തലമുറയിൽ അതിൻ്റെ ഒരു ആവർത്തനം ഉണ്ടാകാൻ ദൈവമേ ഞങ്ങളെ ഉപയോഗിക്കണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അത് റാഡിക്കലായിരിക്കണം. ഈ 4 ചുവരിനകത്ത് നിൽക്കുന്നതല്ല. കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ. 2 ആഴ്ചക്ക് മുമ്പ് കൊറിയ നടന്ന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം അതാണ്. ഒന്ന് ലേമൻ ഇവാഞ്ചലിസം, വൺസ് എംപവർമെന്റ്, കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ. കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ, പെൻസിക്കോളയിലെ ഉണർവെന്ന് പറഞ്ഞാൽ, ചൂതുകളി സ്ഥലങ്ങളിൽ ആളുകളില്ല, ചൂത് കളിക്കാൻ ആളില്ല, പോലീസ് കേസ് കുറയുകയാണ്, ക്രൈം പറഞ്ഞിരിക്കുന്നു, കാരണം കേസുകളില്ല. അതാണ് കാലിഫോർണിയൻ ഉണർവെന്ന് പറഞ്ഞാൽ സർക്കസ് കൂടാതെ കൂട്ടിയതാണ്. സർക്കസ് കാണാനൊന്നും ആളില്ല, കുറച്ച് ദിവസങ്ങളായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. വെയിൽസിലെ ഉണർവ് അത് തന്നെയാണ്. ട്രാഫിക് പോലീസുകാരൻ അന്യഭാഷ പറഞ്ഞതാണ്. സ്കോട്ട്ലൻഡിലെ പത്രത്തിൽ വാർത്ത വായിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ വന്നു. സ്കോട്ട്ലൻഡ് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഉണർവാണ്. സ്കോട്ട്ലൻഡിലെ പത്രത്തിൽ വാർത്ത വായിച്ചുകൊണ്ട് ചെറുപ്പക്കാരൻ വന്നപ്പോൾ ട്രാഫിക് പോലീസുകാരൻ അന്വേഷണം പറയുകയാണ്. അങ്ങനെ കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷനിലേക്ക് നയിച്ച റിവൈവൽ റാഡിക്കൽ, അടിസ്ഥാനപരമാണ്. റാഡിക്കൽ റവല്യൂഷണറി ചേഞ്ചാണ്. 4 കെട്ടിനകത്ത് നിൽക്കുന്നതിനപ്പുറത്തായി ഈ രാഷ്ട്രത്തെ സ്വാധീനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ട്രാൻസ്ഫോർമേഷനിലേക്ക്, രാജ്യത്തെ സ്വാധീനിക്കുന്നതിലേക്കുള്ള ഒരു റിവൈവൽ ഉണ്ടാകാൻ, ബാറുകൾ പൂട്ടുന്ന, സർക്കസ് കൂടാരം അടയ്ക്കുന്ന, ഷാപ്പുകൾ അടയ്ക്കുന്ന, ചൂതുകളി സ്ഥലങ്ങൾ ശൂന്യമാകുന്ന, ക്രൈം കുറയുന്ന, അതുപോലെ മോഷണങ്ങൾ കുറയുന്ന ഒരു റാഡിക്കൽ റിവൈവലിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. അത് ദൈവം നമ്മൾ മതിയായിരിക്കും. അതിൽ നമ്മൾ കൃത്യമായി വില കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വചനത്തിലേക്ക് മടങ്ങി വരണം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമുക്ക് മടങ്ങി വരണം. അപ്പോസ്തല പ്രവൃത്തിയുടെ പേര് അപ്പോസ്തല പ്രവൃത്തികൾ എന്നല്ല, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ എന്ന് വിളിക്കണം എന്ന് സ്കോളേഴ്സ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനകത്ത് നടന്ന അപ്പോസ്തലങ്ങളുടെ പ്രവൃത്തിയല്ല, ഇതിനകത്ത് നടന്നത് മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ്. ഹല്ലേലൂയ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളാണ്.
ഈ ദിവസങ്ങളിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ തലമുറകൾ, നമ്മുടെ സഭ, നമ്മുടെ ശുശ്രൂഷ എല്ലാം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ദിനമായി മാറണം. ഈ സന്ദേശം നമ്മുടെ സഭയുടെ മാത്രമല്ല, കണ്ടംപററി ചർച്ച മുഴുവൻ കേൾക്കേണ്ട സന്ദേശമാണ്. വർത്തമാനകാല സഭ സ്വാധീനിക്കപ്പെടണമെങ്കിൽ, രാജ്യങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ, രാഷ്ട്രങ്ങളെ സ്വാധീനിക്കണമെങ്കിൽ പരിശുദ്ധമാവ് ഇറങ്ങി പ്രവർത്തിക്കുന്ന സഭയായി, പരിശുദ്ധമാവ് നിയന്ത്രിക്കുന്ന സഭയായി മാറും. അതിൻ്റെ ഒരു മോഡൽ അസംബ്ലിയാണ് ഏർലി ക്രിസ്ത്യാനിറ്റി, ആദിമസഭ. അതിൻ്റെ ആഭ്യന്തര ജീവിതം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി നമുക്കതിലേക്ക് മടങ്ങി വരാം. ആ സഭ പരിശുദ്ധവനെ നയിക്കപ്പെടുന്ന സഭയാണ്. അപ്പൊ ആ സഭയുടെ സാമൂഹ്യ സാഹചര്യം എങ്ങനെയായിരുന്നു? അതാണ് അതിൻ്റെ രസം. ആ സഭ ഇതുവരെ കെട്ടിടങ്ങളുള്ള സഭയല്ല, കെട്ടിടങ്ങളില്ലായിരുന്നു, വലിയ മാൻമോറില്ലായിരുന്നു. ഇത് കേരളത്തിൽ കത്തോലിക്കൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആരാന്നറിയാമോ? പെന്തക്കോസ്തുകാരാണ്. ഞാൻ സാമൂഹിക സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടെ ആണെന്ന് അറിയാമല്ലോ. എൻ്റെ എല്ലാം കണക്കെണ്ടേലുണ്ട്. കത്തോലിക്കൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് കേരളത്തിൽ പെന്തക്കോസ്തുകാരാണ്. ക്ലാസിക്കൽ പെന്തക്കോസ്റ്റൽസും കരിസ്മാറ്റിക് ന്യൂ പെന്തക്കോസ്റ്റ് എല്ലാം കൂടെ ചേർന്നത്. കേരളത്തിലെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ 20-22 നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബെൽറ്റാണ്. സ്ട്രോങ് എന്ന് പറഞ്ഞാൽ 10,000 മുകളിൽ വോട്ടർമാരാണ്. ചെങ്ങന്നൂർ 10,000 പേര്, തിരുവല്ല 18,000 പേര്, റാന്നിയിൽ ഭയങ്കര പെന്തക്കോസ്ത് ഒരു ബെൽറ്റാണ്. റാന്നിയിൽ ഒരു പെന്തക്കോസ്തുകാർ മത്സരിക്കാം, അതുപോലെ ബെൽറ്റാണ്. കൊട്ടാരക്കരയിൽ TPMകാർ മാത്രം വിചാരിച്ചാൽ ഒരാളെ തോപ്പിക്കുകയും ജയിക്കുകയില്ല. ഞാൻ കൃത്യമായി കണക്കാണ് പറയുന്നത്. അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവിടെ കൊട്ടാരക്കരയിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത് കൃത്യമായി നമ്മൾ അത് തിരിച്ചറിയണം. അതുപോലെ തന്നെ നിലമ്പൂര്, കോട്ടയം, പീരുമേട്, കൊല്ലം, അരുവിക്കര, നെയ്യാറ്റിൻകര, എന്ത് പാറശാല എല്ലായിടത്തും. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഞാൻ പത്രസമ്മേളനം നടത്തിയാണ് പത്തനംതിട്ടയിൽ. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ 2 ലക്ഷം ബന്ധുവോട്ടർമാർ ഉണ്ടായിരുന്നു. ആന്റവാനി വൈകുസ്ഥീരം നമ്മളെ വിളിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ മാൻമോറുള്ള സമൂഹമായി മാറിയിരിക്കുന്നു, വലിയ ശക്തരായി മാറിയിരിക്കുന്നു. അത് മനസ്സിലാക്കണം. പക്ഷെ അപ്പോസ്തലരുടെ സഭ അങ്ങനെ അല്ലായിരുന്നു. അന്ന് നമുക്ക് വലിയ മാമ്പോറില്ലായിരുന്നു, പൊളിറ്റിക്കൽ പോറില്ലായിരുന്നു, അധികാരത്തിന്റെ ഭാഗമല്ലായിരുന്നു. ഇത് ഇല്ലീഗൽ റിലിജനായി കണ്ടുകൊണ്ട് ഇത് സ്റ്റേറ്റ് അവരെ എപ്പോഴും ആക്രമിച്ചിരുന്നു. കാരണം ഇത് സ്റ്റേറ്റിനെതിരെയുള്ള ഒരു ഇല്ലീഗൽ റിലിജനാണ്, കൗണ്ടർ കൾച്ചറാണ്. ആ തരത്തിൽ പേഴ്സിക്യൂട്ടഡ് ചർച്ചയായിരുന്നു ഇത്. സ്വന്തമായിട്ട് ലാൻഡില്ല, സ്വന്തമായിട്ട് കെട്ടിടമില്ല, സ്വന്തമായി സ്ഥാപനങ്ങളില്ല, സെമിനാരിയില്ല, സെമിത്തേരിയില്ല. നമ്മുടെ സെമിത്തേരിയൊക്കെ കാണണം നാട്ടിൽ. സെമിത്തേരിയില്ല, മിഷനൊക്കെ വെച്ച ഈ ഇതാണ് ഇറങ്ങുന്നത്, മിഷനെ സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനത്തെ ടെക്നോളജി വന്നു കഴിഞ്ഞു. ഇത് സിംഹത്തിന്റെ വായിലോട്ട് പോകുന്നത് എന്തിനാ? സെമിത്തേരി. സെമിത്തേരിയില്ല, സെമിനാരിയില്ല, പഠനമൊന്നും ഇല്ലാത്തവരാണ്. പഠനം, അവരുടെ പഠനത്തെക്കുറിച്ച് അപ്പോസ്തലർ 4:13 പറയുന്നുണ്ട്. അൺട്രെയിൻഡ്, അൺഎഡ്യൂക്കേറ്റഡ്, അൺസിവിലൈസ്ഡ്. ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കടപ്പുറത്ത് മീൻ പിടിച്ചു കിടന്ന മത്സ്യബന്ധന തൊഴിലാളികളായ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമില്ലാത്തവർ, അൺട്രെയിൻഡ് ആയിട്ടുള്ളവർ, അൺഎഡ്യൂക്കേറ്റഡ്. ആ പത്രോസാണ് പിന്നീട് മൂലധനങ്ങൾ കത്തിയടിയുള്ള സയൻസ് എഴുതിയത്. മനസ്സിലായോ? ആ ചെറുപ്പക്കാർ, വിദ്യാഭ്യാസമില്ലാത്ത ഈ ചെറുപ്പക്കാരെ കൊണ്ടാണ് ഭൂലോകത്തെ ഇളക്കി മറിക്കാൻ ദൈവനെ ഉപയോഗിച്ചെങ്കിൽ അവർക്ക് ഇന്നുള്ള ഒരു സംവിധാനമില്ലായിരുന്നു. പക്ഷേ അവർക്ക് ആ ഉണ്ടായിരുന്ന പരിശുദ്ധമാവ് മാത്രമായിരുന്നു. നമുക്കുള്ള ഒന്നും അവർക്കില്ല. എല്ലാ സംവിധാനങ്ങളും എന്തോ PA സിസ്റ്റമാണ്, പിയാനോ ഇല്ല, PA സിസ്റ്റം ഇല്ല, ഒരു സംവിധാനമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ തന്നെ ടൗണിലെ സഭകളെല്ലാം തന്നെ എയർ കണ്ടീഷൻ സഭകളാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നല്ല സംവിധാനങ്ങളാണ്. ഇതൊന്നും ഇല്ലാത്തവരുടെ സഭയുടെ കാര്യം പറയും. ഇന്ന് ഇവിടാണ് ആരാധിക്കുന്നത്, ഇവിടെ എന്ന് പറഞ്ഞാൽ മരച്ചോട്ടിലാണെങ്കിൽ നാളെ എവിടാണെന്ന് അറിയത്തില്ല. നാളെ ഏതോ ഭൂമിക്കടിയിലുള്ള കല്ലറയ്ക്കകത്തായിരിക്കും. അതിനൊറ്റ സിഗ്നലേ ഉള്ളൂ, മീനിന്റെ പടം വരച്ചു പോകും. ഫിഷായിരുന്നു നടയാണ്. അവരുടെ കുരിശും 3-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. പഴയ ലാറ്റിൻ സഭകൾ എവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇങ്ങനെ ഫിഷിന്റെ പടമാണ് കാണും. ഫിഷിൻ ഇത് കണ്ടു പോകും, എവിടാണ് സിഗ്നലാണ്. ഇങ്ങനെ ആരാധിച്ചിരുന്ന സഭ. ഗാർഹിക അടിമകൾ, ഡൊമസ്റ്റിക് സ്ലേവാണ് ആരാധിച്ചിട്ടിരുന്നത്. അങ്ങനെയുള്ള പാവപ്പെട്ടവരാണ് 3000 പേര് സ്ഥാനപ്പെടുത്തിയത്. അവരാണ് 4000 പേര് സ്ഥാനപ്പെടുത്തിയത്. അവരാണ് 5000 പേര് സ്ഥാനപ്പെടുത്തിയത്. അവിടെയാണ് മുടന്തൻ നടന്നത്. അവിടെയാണ് മന്ത്രവാദികൾ പുസ്തകം ചാറ്റമായിട്ട് കത്തിച്ചു കളഞ്ഞത്. അവിടെയാണ് റൂമാൽ ഉത്തരവിട്ടവൾ സൗഖ്യമായത്. അതിന്റെ കാരണം എന്താണ്? മാൻ പവറല്ല, പണമല്ല, മണി പവറല്ല,
പൊളിറ്റിക്കൽ പവറല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി. ഹോളി സ്പിരിറ്റ് ഉണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റ് അതായിരുന്നു സഭ. ആ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചുകൊണ്ടാണ് അവർ വിശാലമായത്. നിങ്ങൾ നോക്കണം, യെരുശലേമിലും ശമരിയയിലും സിറിയയിലും ആഫ്രിക്കയിലും ഏഷ്യയിലും യൂറോപ്പിലും തുടങ്ങി റോമിൽ വരെ എത്തിയിട്ട് 30 രാജ്യങ്ങളിലും പ്രോവിൻസുകളിലുമായി 31 പട്ടണങ്ങളിൽ സഭ. അവരുടെ കാലഘട്ടം തന്നെ സഭ സ്ഥാപിച്ചു. പ്രിയമുള്ളവർ, അത് മനസ്സിലാക്കണം. നമുക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് മുടങ്ങി വരണം. ഈ ദിവസം ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ദൈവം അതിനു വേണ്ടി ഉപയോഗിക്കണം. ഒരു ഇന്ത്യൻ മിഷന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദൈവം നമ്മളെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് സഭയിൽ പ്രവർത്തിച്ചതെന്നുള്ളത്. അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ സഭയിൽ ഒരു പ്രശ്നമില്ലാതെ നിങ്ങളാരും ചിന്തിക്കരുത്. അത് ഗ്ലോറിയസ് ചർച്ചായിരുന്നു. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നമില്ലാഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു പരിശുദ്ധാത്മാവ് അങ്ങനല്ല. ഇന്നുള്ള എല്ലാ പ്രശ്നവും ഉണ്ടായിരുന്നു. അനീതിയുടെ കൂലി കുതിച്ച യൂദയ ഉണ്ടായിരുന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ രാജ്യം കാണിച്ച അന്യാസ സഭ അവിടെ ഉണ്ടായിരുന്നു. സഭയ്ക്ക് അകത്ത് ഫ്രാക്ഷൻ ഉണ്ടായിരുന്നു, ഡിവിഷൻസ് ഉണ്ടായിരുന്നു. ആത്മദാനത്തെ ഭോഗവസ്തുവായി കണ്ടിരുന്ന, മലയാളം മനസ്സിലാകുന്ന പറയുന്നു, ആത്മദാനത്തെ ഭോഗവസ്തുവായി കണ്ടുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ കൃപാവരങ്ങളുടെ പൈസ കൊണ്ട് വാങ്ങിക്കാൻ വന്നിരുന്ന ശിമോൻ അവിടെ ഉണ്ടായിരുന്നു. മിഷണറി യാത്ര പൂർത്തിയാക്കാത്ത മർക്കോസ് അവിടെ ഉണ്ടായിരുന്നു. ലീഡേഴ്സിനിടയിൽ ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു. ബെറിയേശു എന്ന് പറയുന്ന കള്ളപ്രവാചകൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ എല്ലാ വ്യാജവും ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ സഭ വളർന്നു? എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട ഒരു സഭയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സഭ വളർന്നത്. ആ സഭ ഒരു നമ്മളിന്ന് ബിലീവേഴ്സ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു ഡിസൈപ്പിൾഷിപ്പ് കമ്മ്യൂണിറ്റിയാണ്. എപ്പോഴും ശ്രദ്ധിച്ചോണം, അപ്പോസ്തലപ്രവൃത്തിയിലെ സഭയെ ഡിസൈപ്പിൾഷിപ്പ് എന്നാണ് എപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. ബിലീവേഴ്സ് എന്ന വാക്ക് ഏറ്റവും കുറച്ച് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് ബൈബിളിൽ. അത് അവിശ്വാസിയെക്കുറിച്ച് പറയുന്നിടത്തെ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇവിടെ ശിഷ്യനുണ്ടായിരുന്നു, ശിഷ്യന്മാരുടെ കൂട്ടമുണ്ടായിരുന്നു, ഒരു ശിഷ്യയുണ്ടായിരുന്നു. ഏതാണ് പറഞ്ഞത്? അങ്ങനെ ഒരു ഡിസൈപ്പിൾഷിപ്പ് കമ്മ്യൂണിറ്റി ആയിരുന്നു അവര്. നമ്മുടെ സഭ അങ്ങനെയാണ്. ഹോളിനെസ്സും ഡിസൈപ്പിൾഷിപ്പും പറയാതെ സഭ വളർത്തരുത്. ഹോളിനെസ്സും ഡിസൈപ്പിൾഷിപ്പും പറയാതെ വളർത്തുന്ന സഭ, അത് മിഷണറി പഠിച്ചതാണ്. ഡിസൈപ്പിൾഷിപ്പ് ഹോളിനെസ്സും പറയാതെ വളർത്തുന്ന സഭ ഒരു തിരിച്ചറിയൽ പ്രശ്നം നേരിടും. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ അവസരം കൂടി കേട്ടോ. ഏത് ചോദ്യവും മാത്രമായിട്ട് ചോദിച്ച കാര്യം ചോദിക്കാം, ഏത് കാര്യം ചോദിക്കാം. ഡിബേറ്റിന് അവസരമുണ്ട്, ചോദ്യം കൂടി ചോദിക്കാം, ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഹോളിനെസ്സും ഡിസൈപ്പിൾഷിപ്പും പറയാതെ സഭ വളർത്തിയാൽ ആ സഭ ഒരു തിരിച്ചറിയൽ പ്രശ്നം നേരിടും. ഒരു 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 എന്താ പറയുക, ഐഡന്റിറ്റി ക്രൈസിസ് നേരിടും. അങ്ങനെ സഭ വളർത്തുന്നവരുണ്ട്. പക്ഷേ അതാണ് ക്വാളിറ്റി നഷ്ടപ്പെടുത്താതെ സംഖ്യാപരമായി ന്യൂമറിക്കൽ സ്ട്രെങ്ത്, ക്വാളിറ്റി സംഖ്യാപരമായി സഭ വളർത്തണം. ക്വാളിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ട് സംഖ്യാപരമായി സഭ വളർത്തരുത്. അങ്ങനെ വളർത്തിയാൽ ആ സഭ തിരിച്ചറിയൽ പ്രശ്നം നേരിടും. അതുകൊണ്ട് ഹോളിനെസ്സും ഡിസൈപ്പിൾഷിപ്പും വളരെ പ്രധാനം തന്നെയാണ്. അങ്ങനെയാണ് ഈ സഭ വളർന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോസ്തലപ്രവൃത്തിയിലെ പരിശുദ്ധാത്മാവ് ശക്തമായി ആ സഭയുടെ ഘടനയെ, സ്ട്രക്ചറിനെ സ്വാധീനിച്ചൊരു സഭയാണ്. അത് ദ സ്പിരിറ്റ് ഓഫ് യൂണിറ്റി, ഐക്യതയുടെ ആത്മാവായിരുന്നു. അതാണ് നമ്മുടെ ഒന്നാമത്തെ പോയിന്റ്. അപ്പോസ്തലപ്രവൃത്തിയിലെ പരിശുദ്ധാത്മാവ് ദ സ്പിരിറ്റ് ഓഫ് യൂണിറ്റി, ദ സ്പിരിറ്റ് ഓഫ് സോളിഡാരിറ്റി, ഐക്യതയുടെ ആത്മാവായിരുന്നു. രണ്ടാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. കാണിക്കുന്നുണ്ടോ? വരത്തില്ല. രണ്ടാം അധ്യായം 44 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ. രണ്ടാം അധ്യായം. നാലാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. 4:32-37. ഈ രണ്ട് ഭാഗത്തും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വൺ ഹാർട്ട്, വൺ മൈൻഡ്, വൺ സോൾ, ഗെറ്റ് ടുഗദർ. ആണോ? ഇതാണ് സഭ. ഒരേ ഹൃദയമുള്ളവരായിരുന്നു, ഒരേ മനസ്സുള്ളവരായിരുന്നു, ഒരേ ആത്മാവുള്ളവരായിരുന്നു. അപ്പോസ്തലപ്രവൃത്തിയിലെ ആത്മാവ് ഐക്യതയുടെ ആത്മാവായിരുന്നു. ദ സ്പിരിറ്റ് ഓഫ് യൂണിറ്റി. പ്രിയമുള്ളവരെ, പെന്തക്കോസ്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് അന്യോന്യ സമ്പർക്കത്തിന്റെ പെന്തക്കോസ്താണ്. എന്ന് പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ആത്മാവ് നമ്മുടെ ഇടയിലുണ്ട്.
കേട്ടോ, പരസ്പരം മനസ്സിലാക്കുന്ന ഒരാത്മാവ്. ഞാൻ ഉപയോഗിക്കുന്ന വാക്കുകളെല്ലാം ശ്രദ്ധിച്ചോണം. ഉത്തരവാദിത്തമില്ലാതെ ഒരു വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഇതുവരെ പ്രസംഗം വിവാദമാത്രം പ്രസംഗനായി എഡിറ്റിംഗ് ആണ്, പ്രസംഗം എഡിറ്റിംഗ് നടക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിച്ചോണം, പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ആത്മാവ്, അന്യോന്യ സമ്പർക്കത്തിന്റെ ഒരു ആത്മാവ്. അതൊന്ന് മനസ്സിലാക്കണം. അതാണ് ഈ ഹോളി സ്പിരിറ്റ്. അതിനൊരു തെളിവ് പറയാം. നിങ്ങൾ നോക്കൂ, അപ്പോസ്തലരുടെ 2-ാം അധ്യായത്തിൽ 19 സ്ഥലത്ത് ആൾക്കാർ വന്നിട്ടുണ്ട്. 10 ഭാഷക്കാരുണ്ട്. പല ഭാഷക്കാർ ഒരുമിച്ച് കൂടിയ ഒരു സ്ഥലത്താണ് സഭ രൂപിച്ചത്. നിങ്ങൾ ഓർക്കണം, മനസ്സിലായില്ലേ? അതിനൊരു ഫ്ലാഷ് ബാക്ക് പറയാം. ഉൽപ്പത്തി 11 എല്ലാവരും ഒറ്റ ലാംഗ്വേജാണ് പറഞ്ഞത്, ഒറ്റ ലാൻഡാണ്. ഒറ്റ ഭാഷ പറഞ്ഞവരുടെ ഇടയിൽ ഒറ്റ ഭാഷ പറഞ്ഞവർ, ഒറ്റ സ്ഥലത്ത് താമസിച്ചവർ പല ഭാഷ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോയതാണ് ബാബേലിന്റെ ശാപമെങ്കിൽ കേട്ടണം. ഒരു ഭാഷ പറഞ്ഞവർ, ഒരു സ്ഥലത്ത് താമസിച്ചവർ പല ഭാഷ പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോയതാണ് ബാബേലിന്റെ ശാപമെങ്കിൽ, പല ഭാഷ പറഞ്ഞവർ ഒരു ഭാഷ പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് വന്നതാണ് പെന്തിക്കോസ്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്. അതെങ്ങനെ പറ്റി? 19 നാട്ടുകാർ, 19 ടെറിട്ടറിയിലുള്ളവർ, 19 ഭാഷക്കാർ, ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഒരു ചർച്ചാണ്. അവിടെ ക്രൈസ്തവ സഭയുടെ രൂപീകരണം തന്നെ മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണ്, മൾട്ടി കൾച്ചറാണ്. ശ്രദ്ധിച്ചോണം, അത് പിന്നെ ഡീറ്റെയിൽസിലേക്ക് വരുന്നുണ്ട്. സഭയുടെ ഫോർമേഷൻ തന്നെ എങ്ങനെയാണ്? സഭയുടെ ഫോർമേഷൻ തന്നെ എങ്ങനെയാണ്? മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണ്, മൾട്ടി കൾച്ചറാണ്. അത് തന്നെയാണ് 6-ാം അധ്യായത്തിൽ, അത് തന്നെയാണ് 13-ാം അധ്യായത്തിൽ അന്ത്യോക്യ സഭ, അത് തന്നെയാണ് വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ സകല ഗോത്രങ്ങളിൽ നിന്നും, സകല ഭാഷകളിൽ നിന്നും, സകല വംശങ്ങളിൽ നിന്നും നീ ഞങ്ങളുടെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. സഭ മൾട്ടി ലിംഗ്വിസ്റ്റിക് ആണ്, മൾട്ടി കൾച്ചറാണ്. പക്ഷെ ഈ 19 ഭാഷക്കാരെ, ഈ 19 രാജ്യക്കാരെ ഒന്നിപ്പിച്ചെന്താ? അതാണ് ഹോളി സ്പിരിറ്റ്. അതാണ് ഹോളി സ്പിരിറ്റ്. ഡിവിഷൻ ഉണ്ടാക്കുന്നത് ഈവിൾ സ്പിരിറ്റാണ്. സഭയ്ക്ക് ഫ്രാക്ഷൻ ഉണ്ടാക്കുന്നത് ഈവിൾ സ്പിരിറ്റാണ്. എന്നാൽ പരിശുദ്ധമ ഐക്യതയുടെ ആത്മാവാണ്, പരിശുദ്ധമ യൂണിറ്റിയുടെ ആത്മാവാണ്. അതുകൊണ്ട് വിഭജനങ്ങളെയും വിഭാഗങ്ങളെയും ഭേദിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. അതൊക്കെ ഞാൻ പറഞ്ഞു, പരസ്പരം മനസ്സിലാക്കുന്ന ആത്മാവാണ്. ദ സ്പിരിറ്റ് ഓഫ് ഇക്വാളിറ്റി, ദ സ്പിരിറ്റ് ഓഫ് യൂണിറ്റി, ദ സ്പിരിറ്റ് ഓഫ് സോളിഡാരിറ്റി. അതാണ്. എന്നാൽ അപ്പോസ്തലരുടെ 3 കോൺഫ്ലിക്റ്റ് നിന്റെ ശ്രദ്ധയിൽ കൊണ്ടിരിക്കുകയാണ്. അത് വിശദീകരിച്ചാൽ അത് ശരിയാകുള്ളൂ. അപ്പോസ്തല പ്രവൃത്തിയിലെ 3 കോൺഫ്ലിക്റ്റ്. ഒന്ന് 6-ാം അധ്യായത്തിലെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ്. 2 15-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള വാക്യം 15-ാം അധ്യായത്തിലെ തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. 3 15-ാം അധ്യായം 38-ാം വാക്യത്തിലെ മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. 3 കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിശദീകരിക്കാൻ പോവുകയാണ്. കണ്ടത് ഇത്രയും കോൺഫ്ലിക്റ്റ് ആ സഭയ്ക്കകത്തുണ്ടായി. ഇതാണ് നമ്മളെ കൂടുതൽ ഇംപ്രസീവ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ഇത്രയും ഏടാകൂടങ്ങൾ ഉണ്ടായിട്ട്, ഊരാക്കുടുകൾ ഉണ്ടായിട്ട് ഈ സഭ എങ്ങനെയാണ് ലോകത്തെ പ്രകമ്പനം വിളിച്ചത്? അത് നമ്മൾ പഠിക്കണം. ഒന്നാമത്തെ കോൺഫ്ലിക്റ്റ് കൾച്ചറൽ കോൺഫ്ലിക്റ്റ്, സാംസ്കാരിക സംഘർഷം. ആരൊക്കെ തമ്മിലാണെന്ന് പറഞ്ഞേ? ആരൊക്കെ തമ്മില? ഗ്രീക്ക് സംസാരിക്കുന്ന ഹെലനിസ്റ്റ് ജ്യൂസും ഹീബ്രു സംസാരിക്കുന്ന നേറ്റീവ് ജ്യൂസും, നേറ്റീവ് ഹീബ്രൂസും. ഗ്രീക്ക് സംസാരിക്കുന്ന ഹെലനിസ്റ്റ് ജ്യൂസ്, അവർ ഗ്രീക്ക് സംസാരിക്കുന്നതാണ്, പാലസ്തീന് പുറത്തുള്ളവരാണ്. മറ്റൊന്ന് ഹീബ്രു സംസാരിക്കുന്നവരാണ്, തദ്ദേശീയരാണ്, നേറ്റീവ് ഹീബ്രൂസാണ്. വേറൊരു ഗ്രൂപ്പ് സഭയിലുണ്ട്. ആരാന്ന് പറയാമോ? പ്രോസ്ലൈറ്റ് ജ്യൂസ്. ആരാ പ്രോസ്ലൈറ്റ് ജ്യൂസ്? പറ. പ്രിൻസിപ്പൽ പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര പണ്ഡിതരാണോ? അതുകൊണ്ട് ഏത് റേഞ്ചിൽ വേണമെങ്കിലും പറഞ്ഞോളാൻ ആഗ്രഹിക്കുന്നത്. പ്രോസ്ലൈറ്റ് ജ്യൂസ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മലയാളം ബൈബിളിൽ യഹൂദ മതാനുസാരി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കിയോണം, അദ്ദേഹം കൺവേർട്ട് ചെയ്ത യഹൂദനാണ്. 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യഹൂദ മതാനുസാരിയായ അന്ത്യോക്യക്കാരനായ നിക്കോലോവാസ്, യഹൂദ മതാനുസാരി. അതിനാണ് നമ്മൾ പറയുന്നത് പ്രോസ്ലൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പരിച്ഛേദനയേറ്റ് ബാപ്റ്റിസം സ്വീകരിച്ച് സാക്രിഫൈസ് ഒക്കെ നടത്തി ആളിന് യഹൂദ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പൊ സഭയ്ക്കകത്ത് ആരൊക്കെയുണ്ട്? പ്രോസ്ലൈറ്റ് ജ്യൂസ് ഉണ്ട്,
ഹീബ്രു സംസാരിക്കുന്ന നേറ്റീവ് ഹീബ്രൂസ് ഉണ്ട്, ഗ്രീക്ക് സംസാരിക്കുന്ന യവനഭാഷക്കാരായ ഹെലനിസ്റ്റിക് ജ്യൂസ് ഉണ്ട്. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ഇപ്പം തീമത്യോസിൻ്റെ അമ്മ ജൂ അപ്പം ഗ്രീക്കുക, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ പൗലോസ് പറയുന്നത് ഞാൻ എബ്രാഹിം ജനിച്ച എബ്രാഹിം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്, ഒറിജിനൽ ഹീബ്രു ആണെന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അപ്പോൾ എബ്രാഹിം ഭാഷ സംസാരിക്കുന്ന പേരൻസിൻ്റെ മകനാണെന്നൊക്കെ പറയുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവരുടെ വലിയ തർക്കം, അവരുടെ കൾച്ചർ അവിടെ വിഷയമാണ്, റേസ് അവിടെ വിഷയമാണ്, ലിംഗ്വിസ്റ്റിക് കോൺഫ്ലിക്റ്റ് ഉണ്ട്. അവിടെ വിധവന്മാരെ കെയർ ചെയ്യുന്ന വിഷയങ്ങളിൽ ഒരു ഡിസ്ക്രിമിനേഷനും സെഗ്രിഗേഷനും അക്കടെയുണ്ട്. വളരെ സെൻസിറ്റീവായ വിഷയമാണ് 6 എന്ന വിഷയം, വളരെ സെന്റിമെന്റലായ വിഷയമാണ്. പക്ഷെ നമ്മുടെ ചോദ്യം എന്താണെന്നറിയോ, ഈ തർക്കം സഭയെ പിളർത്തിയില്ല. അതാണ് കാരണം. ഇത്രയും വലിയ സെന്റിമെന്റലായ ലോകത്തെമ്പാടും സാംസ്കാരിക സംഘർഷങ്ങളെ കുറിച്ച് അറിയാമല്ലോ. ഇപ്പൊ സൗമ്യ കണ്ടിട്ടിന്റെ പുസ്തകം തന്നെയുണ്ട്, ക്ലാസ് ഓഫ് സിവിലൈസേഷൻ പറഞ്ഞു. അപ്പോൾ വലിയൊരു സംഭവം നിസ്സാരമായി കാണും, ഗൗരവമായിട്ടൊക്കെ കാണാം. കാരണം അവിടെ വിധവന്മാരെ കെയർ ചെയ്യുന്ന വിഷയത്തിൽ വലിയ തരത്തിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ സഭയിൽ ഒരു കരിയിൽ അനങ്ങില്ല കേട്ടോ. എന്താ കാരണം അറിയാം? ആ സഭയെ നിയന്ത്രിച്ചത് ഹോളി സ്പിരിറ്റാണ്. ആ സഭയെ നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവാണ്. ലീഡർഷിപ്പിനെ നിയന്ത്രിച്ചത് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെയുള്ള മൾട്ടികൾച്ചറൽ സഭയിൽ, ഒരു മൾട്ടി ലിംഗ്വിസ്റ്റിക് സഭയെ ഹോളി സ്പിരിറ്റ് എങ്ങനെയാണ് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നത്? അതിന്റെ ഇന്ത്യയുടെ അറേഞ്ച്മെന്റ് നോക്കൂ. 7 പേരെ തിരഞ്ഞെടുത്തു. അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ തന്നെ അറിയാം ഗ്രീക്കുകാരുടെ അവസ്ഥ ഉണ്ടായത്. മനോഹരമായിട്ടാണ് വിഷയം പരിഹരിച്ചത്. ആദ്യത്തെ രക്തസാക്ഷി 12 പേരിൽ ഒരാളല്ല, ഈ 7 പേരിൽ ഒരാളാണ്, സ്റ്റീഫനാണ്. ശബരിമല റിവൈവലിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഈ 7 പേരിൽ ഒരാളാണ്, ഫിലിപ്പിനെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നവരെ ആളുകൾക്ക് നമ്മുടെ പശ്ചാത്തലമേ അറിയാവും, ആളുകൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാവും. പക്ഷെ നമ്മുടെ ഫ്യൂച്ചർ അറിയാവുന്ന ഒരാൾ ദൈവമാണ്. ഒറ്റിക്കൊടുക്കുന്ന തള്ളിപ്പറയുന്ന പത്രോസിനെ, പിന്മാറ്റത്തിൽ പോകുന്ന പത്രോസിനെ, യേശുവിന്റെ ക്രൂശികൾ ഞാൻ എൻ്റെ പഴയ പണിക്ക് പോകുമെന്ന് പറഞ്ഞ പത്രോസിനെ, അരമനയിലെ അടുക്കളക്കാരിയായ ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ യേശു തള്ളിപ്പറഞ്ഞ പത്രോസിനെയൊക്കെ നിങ്ങൾക്കറിയാവൂ. പക്ഷേ ഒറ്റ പ്രസംഗത്തിൽ 3000 പേരെ സ്നാനപ്പെടുത്തുന്ന ഒരു നേതാവിനെ യേശുവിനെ അറിയാം. ഞാൻ നിന്റെ മക്കളിൽ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നു. പലപ്പോഴും നമുക്ക് ആൾക്കാരുടെ ഫ്യൂച്ചർ അറിയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ വിമർശിക്കുന്നത്. നമ്മളുടെ ഏറ്റവും കൂടുതൽ ബോഡി ഷേമിങ്ങും അപമാനവും കേൾക്കുന്ന ഒരാളാണെന്നറിയാമോ? ലേയ. കല്യാണത്തിൽ പോലും പാസ്റ്റർമാര് യാക്കോബിനോട് റാഹേലെന്ന് പറയും, ലേയ പറയാറില്ല. പക്ഷെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ലേയ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്? റാഹേലിന്റെ മരണം പോലും വളരെ മോശം സാഹചര്യമാണ്. പക്ഷേ ലേയയിൽ നിന്നാണ് രാജത്വം. യഹൂദ പ്രസവിച്ച ലേയാണ്. ലേയിൽ നിന്നാണ് ദൈവം പൗരോഹിത്യം കൊടുത്തത്. ലേവിയെ പ്രസവിച്ചത് ലേയാണ്. അതിപരിശുദ്ധ സ്ഥലത്ത് ചേർന്ന പൗരോഹിത്യം ആർക്കാണ് കൊടുത്തറിയാമോ? ലേക്കാണ്. യേശു ക്രിസ്തു പോലും വന്നത് യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. ആ യഹൂദയെ പ്രസവിച്ചത് ലേയാണ്. മനസ്സിലായോ? ബസരയിലെ ഒഹോലിയമാണ് സമാനുകാരം പണിതത്. ആ ബസരയിലെ ലേയുടെ കുടുംബത്തിൽ നിന്നാണ് വരുന്നത്. യാക്കോബ് അനിഷ്ട എന്നൊക്കെ കണ്ടാലും ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ആടിനെ ആർക്ക് തകർക്കാൻ പറ്റും? ഞാൻ സാധാരണയെ സൂചിപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരാളുടെ ബാക്ക്ഗ്രൗണ്ടും ഒരാളുടെ അവൻ്റെ എപ്പോഴത്തെ അവസ്ഥയെ കണ്ടുകൊണ്ട് ആരെയും നമ്മൾ അളക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? കാരണം ഈ വടി തകർക്കുന്ന റബ്ബ് നിങ്ങൾക്കറിയാമല്ലോ, മാസങ്ങളും വർഷങ്ങളും എടുക്കും. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം ഒരുമിച്ച് ചെയ്ത് ഒറ്റ രാത്രി കൊണ്ട് തളർക്കുകയും പുഷ്പിക്കുകയും ബദാങ്കായി വായിക്കുകയും ചെയ്യും. മാസങ്ങളും വർഷങ്ങളും എടുക്കേണ്ട സംഭവം ഒറ്റ രാത്രി കൊണ്ട് ദൈവം ചെയ്യെങ്കിൽ ആരുടെ ലൈഫിന് എപ്പോൾ ചേഞ്ച് വരും, ആരുടെ ലൈഫിന് എപ്പോൾ മാറ്റം വരും, എപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു മിറക്കിൾ നടക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു മിറക്കിൾ നടക്കുന്നത് പറയാൻ പറ്റുന്നില്ല. എൻ്റെ ഒന്നുകൂടെ സുഹൃത്തുക്കൾ ക്രിസ്റ്റോളിൽ പറയണ ഞാൻ കണ്ടു. എൻ്റെ കൂടെ ഒരു 10 പേരെ പഠിച്ചില്ല. ഓരോ കുഴപ്പമായ അവനോട് ഞാൻ എങ്ങനെയുള്ള ഒന്നും അറിയത്തില്ല. ഭയങ്കര മിറക്കിളായിരുന്നു ലൈഫ്.
ലൈഫ് ഭയങ്കര പൊളിറ്റിക്സ്, അത് ABVP ആ കാലത്ത് അത് വലിയ ശക്തമൊന്നുമല്ല. വേറെ നമ്മുടെ അടൂര് ടാക്സ് ഇട്ടുകൊണ്ട് നടന്ന, അത് BMS യൂണിയൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അവരെല്ലാം എന്നോട് സാക്ഷ്യം പറഞ്ഞ വിഷയം എന്നറിയാമോ? ഈ വടിയുടെ തളർത്ത കഥ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, പെട്ടെന്നാണ് ദൈവം ചേഞ്ച് ഉണ്ടാക്കുന്നത്. ദൈവത്തിന് നിങ്ങളുടെ ലൈഫ് മറക്കളാക്കാൻ ഒരു സെക്കൻഡ് മതി കേട്ടോ. ദൈവത്തിന് നിങ്ങളുടെ ജീവിതം അട്ടിമറിക്കാൻ, മാറ്റിമറിക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. അതാണ് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവപ്രവൃത്തി എപ്പോഴും പുതിയതാണ്, പടയുന്നില്ല. അതുകൊണ്ട് ഈ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾ നമുക്ക് ലോകത്തെപ്പോഴും സഭയുണ്ട്. 35,000 ഡിനോമിനേഷൻസ് ഉണ്ട്. കാൽവരി മുതൽ കല്ലുവരി വരെ സഭയുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുന്നത്, ഈ സഭ വളർന്നിരുന്നോളാം. നിങ്ങൾ ഒരു യാഥാർത്ഥ്യം കേൾക്കണം. 1000 വർഷം സഭ വളർന്നിരുന്നത് അറിയാം? നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? 1000 വർഷം ഈ സഭ വളർന്നില്ല. ഒരു സഭയൊക്കെ 1000 വർഷം. ഇവിടെ ഞാൻ യൂസ് ചെന്നപ്പോഴത്തേക്ക് ഭയങ്കര വിഷമം. ഒരു സഭ 4ആയിട്ടാണ് വളർന്നത്. സാധാരണ 2ആയിട്ടാണ്. 4 സഭ ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടോ. അതുകൊണ്ടുണ്ടായി കൂടെ അതേ ഉള്ളൂ, ഉണ്ടായില്ല. അവര് 4 നമ്മുടെ സുഹൃത്തുക്കളാണ്. ഞാൻ വളരെ കർക്കശമായിട്ട് അവിടെ മെസ്സേജ് പറഞ്ഞു. ചെറുപ്പക്കാർക്ക് പിള്ളേർക്ക് ഇഷ്ടപ്പെടാൻ ഇതിൻ്റെ എപ്പോഴും വിക്ടിംസ് കുഞ്ഞുങ്ങളാണ്. അവർ ഇംഗ്ലീഷൊക്കെ പോയി വാട്ട് ഈസ് ദിസ് എന്ന് അവന് മനസ്സിലായി. അത്രയും പറയുന്നത്. അവിടെയാണ് 1000 വർഷം സഭ വളർന്നില്ലെന്ന് നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? വചനത്തിൽ പോയിട്ട് ഒരു വളർന്നില്ല. 6-ാം നൂറ്റാണ്ട് ഒരു 16-ാം നൂറ്റാണ്ട് വരെ അങ്ങോട്ട് ആക്കിയേക്ക് സഭ എന്ന വളർന്നറിയാവും. 1054 നിങ്ങൾ വിശ്വസിക്കില്ല സഭ 1054 സഭ വളർന്നത്. കിഴക്കൻ പടിഞ്ഞാറുമായി പടിഞ്ഞാറൻ സഭകൾ, ലാറ്റിൻ സഭകളും കിഴക്കൻ സഭകൾ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭകളുമായി സഭ വളരാൻ 1054 വർഷം എടുത്തു. മനസ്സിലാകുന്നുണ്ടോ? ഒരു കൗൺസിൽ കൂടാൻ 50 വർഷം എടുത്തു. ഞങ്ങൾക്ക് മുടക്കട എല്ലാ ചൊവ്വാഴ്ച കൗൺസിലാണ്. മനസ്സിലായില്ലേ? ഒരു കൗൺസിൽ കൂടാൻ 50 വർഷം എടുത്തത്. അടുത്ത കൗൺസിൽ കൂടെ 275 വർഷം കഴിഞ്ഞ് അടുത്ത കൗൺസിൽ കൂടിയോ 325 നിൽക്കാൻ കൊടുത്തു. ഈ സഭയോർത്തുന്നു ദൈവത്തെ ശ്രദ്ധിച്ചില്ല. ഒരു കൗൺസിൽ കൂടാൻ 50 വർഷം, 48-50 വർഷം എടുക്കണമെങ്കിൽ നോർത്ത് ആ സഭയെ നിയന്ത്രിച്ച ആരാണ്? 1000 വർഷമൊക്കെ സഭ വളരാതിരിക്കുക. നമ്മൾ വിസിറ്റിങ്ങിന് പോകാൻ മേടിക്കാം, അറിയാമല്ലോ. പൊട്ടുന്നുള്ള വേണ്ടി തിരിച്ചാലോ. എന്നോടൊരു വലിയ സഭ എടുക്കാവോ എന്ന് ചോദിച്ചപ്പോഴും ഞാൻ വേണം. കാരണം വലിയ സഭ പെട്ടെന്ന് കൊണ്ടു. പണ്ട് ലെനിൻ പറഞ്ഞിട്ടുണ്ട്, ദുർബല കണ്ണികൾ വേഗം കൊണ്ടുപോകുന്നു. എന്ന് പറഞ്ഞ പോലെ അങ്ങനെയാണ് ഈ വിപ്ലവം നടക്കുന്നതാണ്. ഒക്ടോബർ വിപ്ലവത്തിനും ചൈനീസ് വിപ്ലവത്തിനൊക്കെ ശേഷം 3-ാം ലോക രാജ്യങ്ങൾ ഇന്ത്യൻ വിപ്ലവം നടക്കുന്നതേ പറഞ്ഞാണ് അവിടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ആണ് ദുർബല കണ്ണികൾ വേഗം പൊട്ടുമെന്ന് പറഞ്ഞ പോലെ നമ്മളൊരു ചെറിയ സഭ എടുത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് പൊട്ടാനിരിക്കും. അതുകൊണ്ടാണ്. കാരണം വലിയൊരു സഭ ഒക്കെ പറഞ്ഞ സി.സി. തോമസ് സാറ് ഓർസമാരൊക്കെ ഇരിക്കുന്നില്ല. പക്ഷേ അത് നമ്മൾ പേടിയതാണ്. അവിടെയാണ് 1000 വർഷം സഭ പൊട്ടാതിരുന്നത്. അവിടെയാണ് ഹോളി സ്പിരിറ്റ് എങ്ങനെ ഒന്ന് സഭയെ നിയന്ത്രിച്ചു. വ്യക്തികളെ, ഓരോ വ്യക്തികളെ ആത്മാവ് എങ്ങനെ നിയന്ത്രിച്ചു? സഭയുടെ അഡ്മിനിസ്ട്രേഷനെ, സഭയുടെ ലീഡർഷിപ്പിനെ, സഭയുടെ മാനേജ്മെന്റിനെ എങ്ങനെ പരിശുദ്ധം നിയന്ത്രിച്ചു? കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഒന്നാമത്തെ കോൺഫ്ലിക്റ്റ്. 7 പേരെ തിരഞ്ഞെടുത്ത് അവരുടെ യോഗ്യതമാക്കണം. മേശമേല ശുശ്രൂഷയാണ്. ആത്മനിറവ്, ഫെയ്ത്ത്, ടെസ്റ്റിമണി. മാസത്തിന് ചോറ് വിളമ്പതിന്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു. മാസത്തിന് ചോറ് വിളമ്പുമ്പോൾ ഈ ക്വാളിറ്റി ആണെങ്കിൽ വിഷമനത്തെ രീതിയിൽ സഭയെ നിങ്ങൾ ഗൗരവമായി കാണും. സഭയെ ഗൗരവമായി കാണും. ഇത് എന്റർടൈൻമെന്റിനുള്ള ഒരു സോഷ്യൽ ക്ലബ്ബല്ല. സഭയെക്കുറിച്ച് 3 കാര്യങ്ങൾ എപ്പോഴും മനസ്സിലാക്കണം. നിങ്ങളുടെ സഭ ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ തുടർച്ചയാണ്. അപ്പോസ്തലിക സഭ തുടർച്ചയാണ്. മാറിയിരിക്കാൻ പറ്റില്ല. ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ കണ്ടിന്യൂഷനാണ് ഇത്. അപ്പോസ്തലിക സഭയുടെ ഹിസ്റ്റോറിക്കൽ തിയോളജി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വലിയൊരു പഠനമാണ്. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലിക് പീരീഡ്, പോസ്റ്റ് അപ്പോസ്തലിക് കാലഘട്ടം, അതുപോലെ തന്നെ മിഡീവൽ പീരീഡ്, മോഡേൺ പീരീഡ്, ഇങ്ങനെ തുടരുകയാണ്. വർഷിപ്പ്, പ്രയർ, ആത്മപ്രവർത്തനം, ഡോക്ടർ എല്ലാം അബ്സല്യൂട്ടാണ്, മാറുന്നില്ല. അതാണ് ഹിസ്റ്റോറിക്കൽ തിയോളജി എന്ന് പറയുന്നത്. അതുകൊണ്ട് അപ്പോസ്തലിക തുടർച്ചയുടെ ഭാവനയാണ്.
UK ചർച്ച പറഞ്ഞ സഭയില്ല, സ്പാനിഷ് ചർച്ച പറഞ്ഞ സഭയില്ല, ആഫ്രിക്കൻ ചർച്ച പറഞ്ഞ സഭയില്ല, കേരള സഭ എന്ന് പറഞ്ഞ സഭയില്ല, ബിബ്ലിക്കൽ ചർച്ച പറഞ്ഞ സഭയേ ഉള്ളൂ. മനസ്സിലായോ? നിങ്ങളിവിടെ കേട്ടോണ്ടെന്നല്ല, പ്രോഗ്രസീവ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ സാധനം അമേരിക്കയിലുണ്ട്, നോർത്ത് അമേരിക്ക. പ്രോഗ്രസീവ് ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര എലാസ്റ്റിക്കാണ്, തോന്നുന്നില്ല. പ്രോഗ്രസീവ് സ്പിരിച്വാലിറ്റി ചർച്ചിന്റെ കോൺസെപ്റ്റ് മാറിയില്ല. ഓപ്പൺ ചർച്ച്, അവിടെ എല്ലാം ഓപ്പൺ ആകട്ടോ. ഓപ്പൺ ചർച്ച്, ഇലക്ട്രോണിക് ചർച്ച്, മീഡിയ ചർച്ച്, പിന്നെ കമ്മ്യൂണിറ്റി ചർച്ച്. ചർച്ചിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് ഇപ്പോൾ മാറി വരികയാണ്. ചർച്ചിനെ പറ്റിയുള്ള കോൺസെപ്റ്റ് തന്നെ മാറി. ഓപ്പൺ ചർച്ച് ഒക്കെ കാൾട്ടൺ ബിയേഴ്സിന് സമയം കൂടി നിൽക്കട്ടെ. കാൾട്ടൺ ബിയേഴ്സ് ഞങ്ങളുടെ പുസ്തകം വായിച്ചിട്ടുണ്ട്, ഗോസ്പൽ ഇൻക്ലൂഷൻ. അവിടെ സെയിം സെക്സ് മാര്യേജ് നടത്തി കൊടുക്കും, ഗേയ്ക്കും ലെസ്ബിയൻസിനും ലോഡ്സ് പോലെ കൊടുക്കും. മനസ്സിലാക്കി? അങ്ങനത്തെ കാലഘട്ടം വന്ന് നിൽക്കുകയാണ്. മനസ്സിലാക്കണം. അങ്ങനെ കോൺസെപ്റ്റ് പോലും മാറി വരികയാണ്. പോസ്റ്റ് മോഡേൺ തിയോളജിയുടെ, പോസ്റ്റ് മോഡേൺ തിയറിയുടെ വലിയ വലിയ പഠനങ്ങളാണ്. ഒന്നും അബ്സല്യൂട്ട് അല്ല, സില്ല് പോലും അബ്സല്യൂട്ട് അല്ല. അങ്ങനെ പഠിപ്പീരാണ്. സ്ട്രക്ചറിനെതിരാണ്, ഹൈറാർക്കിക്കെതിരാണ്, തിയോളജിക്കെതിരാണ്, എത്തിക്സിനെതിരാണ്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാം പ്രോഗ്രസീവാണ്. അതാണ് ഗോസ്പൽ ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ക്ലൂസീവ്സ് അല്ല, എല്ലാം സ്വീകരിക്കുന്ന അവയിൽ വരുവാണ്. അപ്പൊ ഇങ്ങനെയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ആഫ്രിക്കൻ ചർച്ചോ അമേരിക്കൻ ചർച്ചോ ഒന്നുമില്ല. മനസ്സിലായോ? പാശ്ചാത്യത്തിന്റെ എല്ലാ തോന്നിയാസങ്ങളെയും സഭയ്ക്കകത്ത് കയറ്റുന്ന ഒരു സഭയാണ്. ഞങ്ങൾ അമേരിക്കൻ സഭ എന്ന് പറയാൻ പറ്റത്തില്ല. ആഫ്രിക്കൻ സപ്പാത്തികളും മറ്റ് ബ്ലാക്ക് തിയോളജിയും എല്ലാം കൂടെ ഞങ്ങൾ ഇതുകൊണ്ട് മിക്സ് ചെയ്യണമെന്ന് അവർക്ക് പറയാൻ പറ്റത്തില്ല. അങ്ങ് ലാറ്റിൻ അമേരിക്കൻ സഭകൾക്ക് അല്പം മാർക്സിസവും ലിബറേഷൻ തിയോളജിയോടെ ഞങ്ങൾ ഇന്നത്തോടെ ആഡ് ചെയ്യാം എന്ന് പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ UK യിലാണ്, ഇവിടെ അല്പം കൂടെ ഞങ്ങൾ ഡൈല്യൂട്ട് ചെയ്യും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ആഫ്രിക്കൻ ചർച്ചില്ല, അമേരിക്കൻ ചർച്ചില്ല, കൊറിയൻ ചർച്ചില്ല, ഇന്ത്യൻ ചർച്ചില്ല, ബിബ്ലിക്കൽ ചർച്ചയേ ഉള്ളൂ. ബിബ്ലിക്കൽ ചർച്ചയേ ഉള്ളൂ. കാരണം ഇത് അപ്പോസ്തലിക് ചർച്ചിന്റെ തുടർച്ചയാണ്, ഹിസ്റ്റോറിക്കൽ ചർച്ചാണ്. 2 നിങ്ങൾ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാണ്. 3 നിങ്ങൾ യൂണിവേഴ്സൽ ചർച്ചിന്റെ ഭാഗമാണ്. യൂണിവേഴ്സൽ ചർച്ചയോട് ചേർന്ന് നിൽക്കാതെ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമാണെന്ന് മനസ്സിലാക്കാതെ അപ്പോസ്തലിക് ചർച്ചിന്റെ, ഹിസ്റ്റോറിക്കൽ ചർച്ചിന്റെ തുടർച്ചയാണെന്ന് തിരിച്ചറിയാതെ ഒറ്റപ്പെട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലാക്കണം. അപ്പോൾ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് അവിടെ സഭ വളർന്നു. ഒരു വഴക്കുണ്ടാക്കി പിരിഞ്ഞു. നമുക്ക് പിരിയാം. നമുക്ക് ഹെലമിഷൻ ജ്യൂസിന് വേറെ സഭയും നേറ്റീവ് ജ്യൂസിന് വേറെ സഭയും. നിങ്ങൾ ഒരു സെൻറ്ററിൽ തന്നെ നിന്നോ, ഒരു സെമിത്തേരി വെച്ചതൊക്കെ നമ്മൾ പറയും. മനസ്സിലായത്? അങ്ങനെ സംഭവിച്ചില്ല. ഇതാണ് യൂണിറ്റി. രണ്ടാമത്തെ കോൺഫ്ലിക്റ്റ് തിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. ആദ്യത്തെ വിഷയം കൾച്ചർ ആണെങ്കിൽ, ലാംഗ്വേജ് ആണെങ്കിൽ, റൈസ് ആണെങ്കിൽ, അടുത്തത് തിയോളജിയാണ്. 15:1 മുതൽ 28 വരെ അവിടുത്തെ ക്രൈസ്തവ സഭ നേരിട്ടുള്ള ഏറ്റവും ഗൗരവമേറിയ മേജർ ഇഷ്യൂ എന്താണെന്നറിയാം? പരിച്ഛേദനവാദം, ജൂയിഷ് റിലീജിയസ് ലീഗലിസം. സഭയ്ക്കകത്തേക്ക് ജാതികൾ വന്നപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടായി. എന്തോ കൺഫ്യൂഷൻ? സഭയ്ക്ക് 2 പാനൽ, 2 ഫ്രാക്ഷൻ ഉണ്ടായി. ഒരു കൂട്ടർ പറഞ്ഞു ഇവർക്ക് പരിച്ഛേദന അടക്കമുള്ള മൊസൈക്കിലോ റിച്വലിസ്റ്റിക്കിലോ സെറിമോണിയിലോ വേണം, എന്നാലും ശരിയാവും. കണ്ടിന്യൂഷൻ ഓഫ് ജൂഡൈസം. അപ്പൊ മറ്റൊരു പറഞ്ഞില്ല, നമ്മുടെ പിതാക്കന്മാർക്ക് പോലും ചുമക്കഞ്ഞിക്കാതെ മുഖം എന്തിനാണ് ഈ യാതൊരു വെക്കുന്നത്? റദ്ദാക്കപ്പെട്ട പ്രമാണം ന്യൂ കവനന്റ് ആണ്. പുതിയ ഉടമ്പടിയിലേക്ക് വന്നവരുടെ റദ്ദാക്കപ്പെട്ട പ്രമാണം വെക്കുന്നത്. 15:2 അല്പമല്ലാത്ത വാദപ്രതിവാദം ഉണ്ടായി. 15:7 മച്ച് ഡിബേറ്റ്, വളരെ തർക്കമുണ്ടായി. ഉണ്ടോ? വലിയ തർക്കം. ക്രൈസ്തവ സഭ ഇതുപോലൊരു ദുരുപദേശം നേരിട്ടിട്ടില്ല. കേട്ടോ, പരിച്ഛേദനവാദം മേജർ ഇഷ്യൂവാണ്. അത് കൊലോസ്യ സഭയിലും ഗലാത്യ സഭയിലും അത് വിഷയമായിരുന്നു. അറിയാം, കൊലോസ്യ സഭയിലും ഗലാത്യ സഭയിലും അത് വിഷയമായിരുന്നു. ജൂയിഷ് ലീഗലിസം, ശബത്ത്, വാവ്, പെരുന്നാള് എന്ന് പറയുന്നുണ്ടല്ലോ കൊലോസ്യ സഭയിൽ. ശബത്ത്, വാവ്, പെരുന്നാള് ഇവ ആചരിക്കരുത്. ചരിത്ര ആചരിക്കുന്ന സഭയെ പഠിപ്പിക്കുന്നു. ലീഗലിസം, പാരമ്പര്യവാദം, നിയമവാദം, ഇത് സഭയ്ക്കകത്ത് വലിയ തർക്കം. വലിയ ഇവിടുത്തെ വിഷയം ഡോക്ട്രിനാണ്, തിയോളജിയാണ്. ഞങ്ങൾക്ക് വലിയ തർക്കമുണ്ടായി. ലീഗലിസത്തിന്റെ ഭാഗത്തൊക്കെയാണ് പീറ്റർ പൗലോസ് ന്യൂ കവനന്റിന്റെ വക്താവൊക്കെയാണ്.
ദൈവം നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിച്ചത് കൊണ്ട് ജാതികളുടെയും നമ്മുടെ ഇടയിൽ ഒരു വ്യത്യാസമില്ലല്ലോ. ഹോളി സ്പിരിറ്റ് ഹൃദയത്തെ ശുദ്ധീകരിച്ചതാണ്. സഹോദരങ്ങളെ, ഈ സഭ അതിന്റെ പേര് വളർന്നില്ല. നിങ്ങൾക്കറിയാമോ, തിയോളജിയിലാണ് ലോകത്ത് നമ്മുടെ സഭ വളർന്നിരിക്കുന്നത്. ഇവിടുത്തെ അറിയാം കാൽവിനിസം, കാൽവിനിസം. നമ്മളവിടെ ചെന്നപ്പോൾ കാൽവിനിസ്റ്റ് പ്രസ്ബിറ്റേറിയൻ ചർച്ച നിലവിലിരിക്കുന്നു. അർമേനിയനിസം, കാൽവിനിസം, അപ്പനോറിയനിസം, സെവരിയനിസം, മോഡലിസം, മോഡലിസ്റ്റ് മൊണാർക്കിസം, സെർദിനിസം, ഇങ്ങനെ ഡോസറ്റിസം, ഇങ്ങനെ ഇഷ്ടംപോലെ ഇസങ്ങളുണ്ട്. ഇങ്ങനെയുള്ള തിയോളജിക്കൽ ഡിബേറ്റിന്റെ പേരാണ് സ്പ്രിറ്റ് ഉണ്ടായിട്ടുള്ളത്. വിവിധ സെല്ലുകളെ ചർച്ച ഉണ്ടായിട്ടുള്ളത്. ഡോക്ടറിന്റെ പേരിൽ, ഹെർമനോട്ടിക്സ് വ്യാഖ്യാനത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും ഒന്നാണെന്ന് പറയാൻ വേണ്ടിയാണ് ലോക്സഭ കർത്തമേശ. അത് പകല് വേണോ രാത്രി വേണോ അതിന്റെ ഒരു സഭ ഉണ്ടാക്കണം. നമ്മുടെ നാട്ടിലുണ്ട് രാത്രി അവരെടുക്കും. അത് മനസ്സിലാക്കണം. നിങ്ങൾ നോക്കി, ഇത്രയും വലിയ മേജർ ഇഷ്യൂ സഭ പുലർത്തിയില്ല. എന്താ കാരണം? 28-ാം വാക്യം വായിക്കണം. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം പൊട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർദ്ധിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിൽ ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. എല്ലാവരും വാക്യം കാണണം. 15:28. എന്താ സഭ ഇവിടെ ഇത്രയും വലിയ ഡോക്ടറൽ ഇഷ്യൂ, ഇത്രയും വലിയ ക്രൈസ്തവ സഭയുടെ ആദ്യത്തെ ഏറ്റവും വലിയ തിയോളജിക്കൽ ഇഷ്യൂ, ഈ മേജർ ഇഷ്യൂ കൈകാര്യം ചെയ്ത് പരസ്പരം തർക്കിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഡിബേറ്റ് നടക്കുകയാണ്. പക്ഷെ 28-ാം വാക്യം പറയും സഭ പടരാതിന്റെ കാരണം ജാതികളുടെ മേൽ അധികം ഭാരം ചുമത്തുന്ന പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് ഒരുപോലെ തോന്നി. പരിശുദ്ധാത്മാവിന് തോന്നുന്നതേ സഭയ്ക്ക് തോന്നാവൂ. പരിശുദ്ധാത്മാവിന് തോന്നുന്നതേ കൗൺസിലിന് തോന്നാവൂ. പരിശുദ്ധാത്മാവിന് തോന്നുന്നതേ സഭയുടെ കമ്മിറ്റിക്ക് തോന്നാവൂ. അതുകൊണ്ടാണ് സഭ പടരാതിരുന്നത്. പരിശുദ്ധാത്മാവിന് തോന്നുന്നതാണോ കൗൺസിൽ തോന്നുന്നത്? പരിശുദ്ധാത്മാവിന് തോന്നുന്നതാണോ കമ്മിറ്റിക്കും ബോർഡിനും തോന്നുന്നത്? സഭയുടെ അഡ്മിനിസ്ട്രേഷനെ നിയന്ത്രിക്കുന്നത് ഹോളി സ്പിരിറ്റ് ആണ്. പരിച്ഛേദനവാദം പോലെ വലിയൊരു വിഷയത്തെ തർക്കിച്ചും വാദിച്ചും ഡിബേറ്റ് നടത്തിയിരുന്ന മുഴുവൻ ബിഷപ്സുകളും അവിടെ മോഡറേറ്റ് ചെയ്യാവുക മുഴുവൻ നേതാക്കന്മാരും ഹോളി സ്പിരിറ്റ് പറഞ്ഞത് ഉണ്ടാവും. അപ്പോൾ വ്യക്തിപരമല്ല ഇവിടുത്തെ ഡിബേറ്റ്, ഇന്റലക്ച്വലാണ്, ഐഡിയോളജിക്കലാണ്, തിയോളജിക്കലാണ്. നമ്മുടെ അല്ല, നമ്മുടെ തർക്കം വ്യക്തിപരം, പക, ഇണക്കം ഇവരെ കാണത്തില്ല. ഐഡിയോളജിക്കലല്ല. നിങ്ങൾ നോക്കി, ഇത്രയും ഞങ്ങൾക്ക് അർത്ഥമില്ലാത്ത വാദം തർക്കം. അത് 2-ാം വാക്യം. വളരെ തർക്കം 7-ാം വാക്യം. ആ തർക്കം ഇവിടെ പോയി. ഹോളി സ്പിരിറ്റ് ഇടപെട്ടപ്പോൾ ജെറുസലേം കൗൺസിൽ ഓക്കെ അതിലല്ലേ കണ്ടിന്യൂഷൻ ജൂഡായിസവുമായി ബന്ധപ്പെട്ട് സെപ്പറേഷൻ ബിറ്റ്വീൻ ക്രിസ്ത്യാനിറ്റി ആൻഡ് ജൂഡായിസം, ഇതൊക്കെ ചർച്ച. യേശുക്രിസ്തുവിന്റെ സുപ്രീമസിയുമായി ബന്ധപ്പെട്ട് വിഷയം കയറി വന്നു നമ്മുടെ ചർച്ചകളിൽ. അതെല്ലാം ഒരു ചെറുവിലോട് അറിയുമോ? ആരെങ്കിലും ഇറങ്ങിപ്പോയോ? ആരെങ്കിലും പോയി സഭ സ്ഥാപിച്ചോ? ഹോളി സ്പിരിറ്റിൽ ഞങ്ങൾക്ക് ഒരുപോലെ തോന്നി. പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്ക് ഒരുപോലെ തോന്നി. സഭയുടെ നയവും പരിപാടിയും തീരുമാനിക്കേണ്ടത് ഹോളി സ്പിരിറ്റ് ആണ്. പരിശുദ്ധാത്മാവ് തീരുമാനിക്കും. പരിശുദ്ധാത്മാവ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുന്ന ജോലിയെ സഭയ്ക്കുള്ളത്. ഞങ്ങൾ സഭാചരിത്രത്തിൽ ഉപയോഗിക്കുന്നത് തിയോക്രാറ്റിക് പ്രെസ്ബിറ്ററിയാണ്. തിയോക്രാറ്റിക് പ്രെസ്ബിറ്ററി അഭിഷിക്തന്മാരായ മുപ്പർമാരുടെ സംഘത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് തിയോക്രാറ്റിക് പ്രെസ്ബിറ്ററി. അവിടെ ഒരു തീരുമാനം എടുക്കുന്നതല്ല, ഹോളി സ്പിരിറ്റ് തീരുമാനം എടുക്കും. കമ്മിറ്റി ഇംപ്ലിമെന്റ് ചെയ്യും. കമ്മിറ്റി അല്ല കേട്ടോ തീരുമാനം എടുക്കുന്നത്, കൗൺസിൽ അല്ല തീരുമാനം എടുക്കുന്നത്, ഹോളി സ്പിരിറ്റ് ആണ്. അതിന് സപ്ലിമെന്ററി ഞാൻ വേറെ സപ്പോർട്ടീവായിട്ട് പറയാം. പറഞ്ഞാൽ ഒരാപ്പൊക്കെ മതി, എന്നാലും പറയാം. പൗലോസ് പറയുന്നില്ലേ കൊരിന്ത്യർ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ, ഒരു ദുഷ്ടനെ സഭയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ ട്രാവലിങ്ങിനാണ്, യാത്രയിലാണ്, എൻ്റെ ആത്മാവും നിങ്ങളുടെ ആത്മാവും കർത്താവിൻ്റെ ആത്മാവോടെ ചേർന്നിട്ട് അവനെ സഭയിൽ നിന്ന് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഡിസ്ഫെലോഷിപ്പ് ചെയ്യണം എന്നൊന്നും വലിയ കാര്യത്തിൽ പറയുന്നു. ആരെ? എൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്റെ കൺസെന്റ്, അപ്പോസ്തലന്റെ അധികാരം. നിങ്ങളുടെ ആത്മാവ് സഭയുടെ കൺസെന്റ്, സഭയുടെ
അധികാരം, കർത്താവിന്റെ ആത്മാവ്, കർത്താവിന്റെ അധികാരം, അപ്പോസ്തലന്റെയും കർത്താവിന്റെയും സഭയുടെയും അംഗീകാരവും അധികാരങ്ങളും ഒന്നിച്ചു ചേർന്നിട്ട് അവനെതിരെ നടപടിയെടുക്കാൻ. ഇതായിരുന്നു സഭ. ഇതാണ് അപ്പോസ്തലിക ചർച്ച്. ഇവിടെ കയറിയാണ് ജഡീകനും പ്രാകൃതനും എല്ലാം കൂടെ കയറി രാഷ്ട്രീയം കളിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, തുടക്കത്തിലുള്ള സഭയെ ഗൗരവമായി കാണണം, സഭയെ വളരെ സീരിയസ് ആയി കാണണം. നമുക്ക് കസേര കളിക്കാനുള്ള സ്ഥലമല്ല, ഇതൊരു ക്ലബായി കാണരുത്. ഇത് ദൈവത്തിന്റെ ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. ഇത് ഗ്ലോറിയസ് ചർച്ചാണ്. പരിശുദ്ധമാവ് ആ തീരുമാനമെടുക്കുന്നു. തിയോക്രാറ്റിക് പ്രോസ്പെറ്ററി എക്ലിസിയാസ്റ്റിക്കൽ കോർട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ദിവസം ചർച്ചപ്പടി ഉണ്ടായിരുന്നു എക്ലിസിയാസ്റ്റിക്കൽ കോർട്ട്. ഫസ്റ്റ് ജനറൽ ഓഫീസറിനെ ഒരു കറപ്ഷന്റെ പേരിൽ ആ കോർട്ട് വിസ്തരിച്ച പുറത്താക്കുന്നത്. സഭ ഹോളി സ്പിരിറ്റ് ആണ് കൃത്യമായി നിയന്ത്രിക്കുന്നത്. മൂന്നാമത്തെ കോൺഫ്ലിക്റ്റോടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യൂണിറ്റിയാണ് നമ്മുടെ ചിന്ത. മൂന്നാമത്തത് 15:38 മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ്. ഉഗ്രപകാരമെന്നറിയാം. അന്നത്തെ ഏറ്റവും നല്ല നേർക്കമരം ബർണ്ണബാസും പൗലോസും. അന്ന് സഭയെ നയിച്ച 2 ബിഷപ്സ്, അന്നത്തെ ഏറ്റവും വലിയ തലക്കനമുള്ള പ്രതിഭാധനന്മാരായ 2 നേതാക്കന്മാർ. ബർണ്ണബാസാരുടെ മുന്നില് പൗലോസും ബന്ധപ്പെട്ട ബർണ്ണബാസ് പുറകോട്ട് മാറിയിട്ട് പൗലോസിനെ മുന്നിലോട്ട് കൊണ്ടുവന്നു. ഒന്നാമൻ പുറകോട്ട് മാറിയിട്ട് ലേറ്റായി വന്ന ആളിനെ ഒന്നാമനാക്കിയത്. സോദരം ഒരു കസേര മാറി കൊടുക്കാൻ കാണിക്കുന്ന മടി ഭയങ്കരമാണ്. സോദരം ഒരാൾ വന്നാൽ ഒന്ന് മാറിക്കൊടുക്കാൻ നമുക്ക് മടിയാണ്. അതുവരെ ഒന്നാമനായിരുന്ന ബാക്കിലോട്ട് മാറിയിട്ട് ലേറ്റായി വന്ന ആളാണ്. ആ പൗലോസിനെ ഒന്നാമനാക്കിയിട്ട് പുറകിൽ നിന്ന ബർണ്ണബാസിന്റെ ശുശ്രൂഷ ചേർത്ത് പിടിക്കുന്നവൻ. അപ്പൊ ആദ്യത്തെ കോൺഫ്ലിക്റ്റ് കൾച്ചറിന്റെ ലിംഗ്വിസ്റ്റിക് ആണ് പ്രശ്നമെങ്കിൽ, രണ്ടാമത്തെ തിയോളജിയാണ് പ്രശ്നമെങ്കിൽ, മൂന്നാമത്തെ മിഷനാണ്. എന്താ ഇവിടുത്തെ പ്രശ്നം? ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ഇടയ്ക്ക് വെച്ച് ഒരാളെ മുങ്ങി, ഇടയ്ക്ക് വെച്ച് മുങ്ങുന്നുണ്ടല്ലോ, ഇടയ്ക്ക് വെച്ച് മുങ്ങിയ ഒരാളാണ് മാർക്ക്. പുള്ളി ഒന്നാമത്തെ മിഷണറി യാത്ര പൂർത്തിയാക്കിയില്ല. അപ്പൊ പൗലോസ് പറയും രണ്ടാം മിഷണറി യാത്രയിൽ അദ്ദേഹത്തെ എന്ത് ചെയ്തില്ല, കൊണ്ടുവന്നില്ല. ഇതാ തർക്കം. അപ്പൊ ബർണ്ണബാസ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചു. അതിന് ബന്ധമുണ്ട്, റിലേഷനാണ്, ചേർത്ത് പിടിച്ചു. അങ്ങനെ തർക്കം ഉണ്ടായി, ഉഗ്രവാദം ഉണ്ടായി. എന്നിട്ട് ഞങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, വേറെ പിന്നിട്ട് 2 സഭയല്ല ഉണ്ടായത്, 2 മിഷനാണ് ഉണ്ടായത്. അപ്പോസ്തലന്മാർ പഠിക്കുന്നവർക്ക് എല്ലാം അറിയാം, അവരുടെ വേർപിരിവ് സഭയ്ക്ക് ഗുണമാണ് ഉണ്ടാക്കിയത്. വേർപിരിഞ്ഞ് 2 സഭയല്ല ഉണ്ടായത്. ഈ മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് സഭയെ ഗുണം ഉണ്ടാക്കിയില്ല. രണ്ടായിട്ട് പിരിഞ്ഞു. ഞാൻ മർക്കോസിനെ കൂട്ടിയിട്ട് കുപ്രസ്തീനിലേക്ക് പോയി. ഞാൻ ശീലാസിനെയും കൂടെ ചേർത്തിട്ട് സിറിയയിലും കിലിക്കിയയിലും കറങ്ങി വേറെ സ്ഥലത്തേക്ക് പോയി. വ്യക്തിപരമില്ലായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് നിങ്ങൾ പൗലോസിനെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾ ഇത് ചെയ്യുക, ആ പയ്യനോട് ആ പുള്ളി അങ്ങനെ കാണിച്ചല്ലോ. തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞു കേട്ടോ, ശീതകാലത്തിന് മുമ്പ് വരണം, പുസ്തകവും പുതക്കൂടൊക്കെ കൊണ്ടുവരണം, അവനെനിക്ക് പ്രയോജനമുള്ളവനാകിയാൽ മർക്കോസിനും കൂടെ കൊണ്ടുവരണം. കണ്ടോ പക്വത കണ്ടോ? അവനെനിക്ക് ഉപയോഗമുള്ളവനാകിയാൽ പ്രയോജനമുള്ളവനാകിയാൽ മർക്കോസിനെ കൂടെ കൊണ്ടുവരണം. പ്രയോജനമുള്ളവരെ ആരും മാറ്റി നിർത്തരുത്, ഉപയോഗമുള്ളവരെ മാറ്റി നിർത്തരുത്. ഇതാണ്. പിന്നീട് അവൻ പാത്രികർക്ക് സാധനം സഭയത്തിലും പറയുന്നുണ്ട്, മാർക്ക് കേട്ടോ, നിങ്ങൾ കൊള്ളത്തിൽ നിന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നതിന് ദൈവം പാത്രികർക്ക് സ്വാതന്ത്ര്യമാണ്. അവനെ ഒന്നും നഷ്ടപ്പെടാനില്ല. അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റ് സഭയെ പിളർന്നിയില്ല. ഒത്തിരി കമന്ററി ഉണ്ട് കേട്ടോ. പുള്ളി ഇടയ്ക്ക് മുങ്ങിയ അങ്ങനെ ഇന്ത്യച്ചോട്ടി ഇരിപ്പുണ്ട്. പുള്ളി എന്താ ഇടയ്ക്ക് മുങ്ങിയത്? അതെ, അമ്മയ്ക്ക് സുഖമില്ലെന്ന് മെസ്സേജ് വന്നെന്ന് പറയുന്നുണ്ട്.
പുള്ളിക്ക് വയറിന് സുഖമില്ലായിരുന്നു. മുങ്ങുന്നവർക്ക് എന്തെങ്കിലും പൈസ കാണും. വയറിന് സുഖമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ പുള്ളി ഒരു ഓർത്തഡോക്സ് ജൂ ആണ്, യഥാസ്ഥികനാണ്. മിഷൻ ഫീൽഡ് നമ്മുടെ നാട്ടിൽ വന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പ്രവർത്തനം നടക്കുന്ന സ്ഥലം ജാതിയുടെ ഇടയിലായതുകൊണ്ട് പുള്ളി പതുക്കെയൊക്കെ വലിഞ്ഞതാണെന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ കമൻട്രി ഉണ്ട്. എന്തോ ആകട്ടെ, പുള്ളി പൂർത്തിയാക്കിയില്ല. അപ്പോൾ ഈ 3 കോൺഫ്ലിക്റ്റ് ഞാൻ മുമ്പിൽ അവതരിപ്പിച്ചതിൻ്റെ കാരണം എന്താണ്? സ്തോത്രം. ഈ 3 കോൺഫ്ലിക്റ്റും സഭയെ പുലർത്തിയില്ല. ഈ 3 കോൺഫ്ലിക്റ്റും സഭയെ നെടുകെ പുലർത്താവുന്ന വെർട്ടിക്കൽ സ്പിരിറ്റ് ഉണ്ടാക്കാവുന്നതാണ്. 6-ാം അധ്യായത്തിലെ കൾച്ചറൽ കോൺഫ്ലിക്റ്റും 15-ാം അധ്യായത്തിലെ തിയോളജിക്കൽ കോൺഫ്ലിക്റ്റും 15-38 മിഷിയോളജിക്കൽ കോൺഫ്ലിക്റ്റും മനസ്സിലാക്കണം. സഭയെ പുലർത്തിയില്ല. സഭയെ ഐക്യപ്പെടുത്തുന്നത് ഈ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാണ് സഭയെ ചേർത്ത് പിടിക്കുന്നത്. തൃത്വമാണ്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട് 7 കാര്യം. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തെ കാരണം. ആത്മാവിന്റെ ഐക്യത ഒരു ഹെൽത്തി ചർച്ചിന്റെ 3 ലക്ഷണങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. പിന്നെ വിശദീകരിച്ചോളാം. ഒരു ഹെൽത്തി ചർച്ചിന്റെ 3 ലക്ഷണങ്ങൾ. 1 സ്പിരിച്വൽ യൂണിറ്റി, 2 സ്പിരിച്വൽ ഡൈവേഴ്സിറ്റി, 3 സ്പിരിച്വൽ മച്യൂരിറ്റി. മനസ്സിലായോ? സ്പിരിച്വൽ യൂണിറ്റി ഇവരെല്ലാം ഒന്നിപ്പിച്ച് നിർത്തുന്നത് 7 കാര്യമാണ്. എന്താ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ? പിതാവ് ഒരുവൻ, പുത്രൻ ഒരുവൻ, പരിശുദ്ധാത്മാവൊന്ന്, കണ്ടോ? ക്രീഡൊന്ന്, ബാപ്റ്റിസം ഒന്ന്, ബോഡി ഒന്ന്, സ്പിരിറ്റ് ഒന്ന്, ഹോപ്പ് ഒന്ന്. 7 കാര്യം പറയുന്നുണ്ട്. സഭയെ ഒന്നിപ്പിച്ച് നിർത്തുന്നത് ഇതാ, കണ്ടോ? തൃത്വമാണ് കേട്ടോ. തൃത്വമാണ് സഭയെ ഒന്നിപ്പിച്ച് നിർത്തുന്നത്. തൃത്വത്തിൽ ഹൈറാർക്കി ഇല്ല. പിതാവിനേക്കാൾ താണവനല്ല പുത്രൻ, പുത്രനേക്കാൾ താണവനല്ല പരിശുദ്ധാത്മാവ്. കേട്ടോ? കോ ഈക്വൽ, കോ എറ്റേണൽ ആൻഡ് കോ എക്സിസ്റ്റൻസ്. തൃത്വത്തിൽ ഹൈറാർക്കി ഇല്ലാത്ത പോലെ സഭയിലും ഹൈറാർക്കി ഇല്ല, കുടുംബത്തിലും ദൈവം സ്ഥാപിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലും ഹൈറാർക്കി ഇല്ല. സഭയിലുമില്ല, കുടുംബത്തിലുമില്ല. മനസ്സിലായില്ലേ? കോ ഈക്വലാണ്. ബ്രദർഹുഡേ ഉള്ളൂ, സാഹോദര്യമേ ഉള്ളൂ. പിതാവിനേക്കാൾ താണവനല്ല പുത്രൻ. കേട്ടോ? അതിന് തിയറിയുണ്ട്, സബോർഡിനേഷനിസം എന്ന് പറയും. അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. തൃത്വത്തിൽ 2-ാമെന്ന് പറയുന്നത് പോലും തിയോളജിക്കലി കറക്റ്റ് അല്ല. ശ്രദ്ധിച്ചോണം. നമ്മൾ പറയില്ല തൃത്വത്തിൽ 2-ാമൻ, തൃത്വത്തിൽ 3-ാമൻ. അത് 3-ാം സ്ഥാനം 2-ാം സ്ഥാനമല്ല, വെളിപ്പാടിന്റെ ക്രമമാണ്. നമ്മൾ ഡിബേറ്റിലാവാൻ പോയിരിക്കില്ല, അവൻ അതേ കയറിയെ പിടിക്കും. തൃത്വത്തിൽ 2-ാമൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈസ് ചെയർമാനും അസിസ്റ്റന്റ് മാസ്റ്റർ പറയുന്നതൊന്നും അല്ല. അതല്ല, കോ ഈക്വലാണ്, കോ എറ്റേണലാണ്, കോ എസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 2-ാമെന്നും 3-ാമെന്നും പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ പിതാവിനേക്കാൾ താണവനല്ല പുത്രൻ, പുത്രനേക്കാൾ താണവനല്ല പരിശുദ്ധാത്മാവും. കോ ഈക്വലാണ്, ഹോമോസിയോൺ, സാരാംശം ഒന്നാണ്. മനസ്സിലെ? 1 ഇൻ ബീയിങ്ങിൽ ഒന്നാണ്, അവര് എസൻസിൽ ഒന്നാണ്, സാരാംശം ഒന്ന് തന്നെയാണ്. ഫംഗ്ഷനിലാണ് വ്യത്യാസം നിൽക്കുന്നത്. അതുകൊണ്ട് സഭയിലും അത് തന്നെയാണ്. സഭയിലും മിനിസ്ട്രിയിലുള്ള വ്യത്യാസം അതാണ് സ്പിരിച്വൽ ഡൈവേഴ്സിറ്റി. കൃപാവരങ്ങളിലുള്ള വ്യത്യാസം, ശുശ്രൂഷകളുടെയുള്ള വ്യത്യാസം. വേറെ ഒരു വ്യത്യാസ സഭയിലില്ല. ആരും ആളുടെ മുകളിലല്ല, ഒരു കുടുംബം ഒരു കുടുംബത്തിന് കീഴേ അല്ല. മനസ്സിലായി? ഒരു വ്യക്തി ഒരു വ്യക്തിയുടെ കീഴെയല്ല, മുകളിലല്ല. തൃത്വത്തിൽ എങ്ങനെയാണ് അതുപോലെ സഭ. കുടുംബത്തിൽ അങ്ങനെ കണ്ടത്. നമ്മുടെ സ്ത്രീയുടെ തല മാത്രമേ പറയുന്നുള്ളൂ, പുരുഷനും തലയുണ്ട്. കേട്ടോ? സഭയുടെ സ്വന്തം പറ, പുരുഷനും തലയുണ്ട്. അവിടെ ക്രിസ്തുവ തല, അതിന്റെ താഴെയല്ലായിരുന്നു. ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്ന പുരുഷന് സ്ത്രീയാണ്. 2 പേരും കീഴ്പ്പെട്ടിരിക്കണം. അതാണ് എഫേസ്യ ലേഖനം 5:21 പറയുന്നത്. എന്താ പറയുക? ആകെ ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെടിപ്പിൻ 5:21. പക്ഷെ കല്യാണത്തിന് 22 വരെ വായിക്കും. 21 വായിക്കാത്തതിന്റെ കാര്യം പിടിയിട്ട് 5:21 അത് എഫേസ്യ മുഴുവൻ പഠിക്കാത്തതുകൊണ്ടാണ്. 5:21 ആകെ അന്യോന്യം കർത്താവിന്റെ ഭയത്തിൽ കീഴ്പ്പെടാനാണ് പറയുന്നത്. എന്നാലും പോയി പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ 5:21 അങ്ങനെ പറയുന്നത്. എന്നിട്ടാ ഭാര്യമാരെ കീഴ്പ്പെടാൻ പറയുന്നത്. അവിടെ പേട്രിയാർക്കി ഹൈറാർക്കി പറയുന്ന കീഴ്പ്പെടലൊന്നും അല്ല. അത് നമുക്ക് അറിയാത്തതുകൊണ്ട്, തിയോളജി അറിയാത്തതുകൊണ്ടാണ്. തൃത്വത്തിൽ എങ്ങനെയാണോ പെരുമാറുന്നത്, തൃത്വത്തിൽ ലവ്വേ ഉള്ളൂ. പിതാവിന്റെ സ്നേഹം, പുത്രന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കൃപയും സമാധാനവും ലവ്വേ ഉള്ളൂ ഇതിനകത്ത്. അതുകൊണ്ട് ആരും ആണെ കീഴ്പ്പെടുത്തേണ്ട ആവശ്യമില്ല. സ്തോത്രം. അതായത് ഫംഗ്ഷനിലേ ഉള്ളൂ വ്യത്യാസം, വേറെ ഒരു വ്യത്യാസവുമില്ല. സ്തോത്രം. സ്തോത്രം. നമുക്കിന്ന് ഈ ചിന്തകളെ അവസാനിപ്പിക്കാം. സ്തോത്രം. പ്രിയമുള്ളവരെ,
ഈ പരിശുദ്ധാമം വൈക്കത്തിരിയാക്കണം. ഒത്തിരി ഉണ്ട് കേട്ടോ. ഇന്ന് ഇങ്ങനെ കടലോട് കിടക്കുകയാണ്. പക്ഷേ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും വരണം, കേൾക്കണം, ചിന്തിക്കണം. നോട്ട് ബുക്ക് പേനയായിട്ടൊക്കെ വരണം. ഇന്ന് ഉള്ളതുകൊണ്ട് കുറിച്ച് വെച്ചിട്ടുണ്ട്. ബൈബിൾ പറയുന്നത് എഴുതിയിട്ടുണ്ട്.